പാടൂ, ഈ പാട്ട് പാടൂ. ഇതാണ് അവരെ കേൾപ്പിക്കേണ്ടത്. അമരമായിരിക്കുന്ന ആ അമരഗാനം. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു പോയിന്റാ. നിങ്ങൾ ആരും സ്വതവേ അത് ഗ്രഹിക്കാറില്ല. ഗ്രഹിച്ചാൽ തന്നെ ഗ്രഹണം പോരാ. എന്താ അത്? മനസ്സെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഭാഗമല്ല. എന്താ അങ്ങനെ ഞാൻ പറയണത് എന്ന് ചോദിച്ചാൽ, ശരീരം ദ്രവ്യവും ഊർജവും, മാറ്ററും എനർജിയും രണ്ടും കൊണ്ടും ഉണ്ടാക്കിയതാണ്. അതിൻ്റെ അവയവങ്ങളൊക്കെ ദ്രവ്യമയമാണ്. ആ ദ്രവ്യത്തിൽ ഊർജവും കൂടി കലർന്നിട്ടുണ്ട്. അതാണല്ലോ ശരീരം ചൂടോടുകൂടിയിരിക്കുന്നത്. ശരീരത്തിൽ നിന്ന് ശബ്ദം പുറപ്പെടുന്നത്, ശബ്ദം എനർജിയല്ലേ. പ്രകാശം വരുന്നുണ്ടെങ്കിൽ പ്രകാശം എനർജിയാണ്. പല സാധനങ്ങളും റേഡിയേറ്റ് ചെയ്യണു, മാഗ്നറ്റിസവും ഉണ്ട് എന്ന് പറയും. അപ്പം ശരീരം ദ്രവ്യത്തിൻ്റെയും ഊർജത്തിൻ്റെയും ഒരു സംഘാതമാണ്. ആ സംഘാത ശരീരത്തിൻ്റെ ഒരു ഭാഗമല്ല മനസ്സ്. എന്താ കാരണം? മനസ്സ് ദ്രവ്യമല്ല, അത് ഊർജവുമല്ല. ഇത് രണ്ടുമല്ലാത്തൊരു ഘടകമുണ്ട്. അതിനെയാണ് നമ്മൾ കോൺഷ്യസ്നെസ്, ബോധം, ചേതന, ചിത്ത് എന്നൊക്കെ പറയുന്നത്. ആ ചേതനാത്മകമായിരിക്കുന്ന മനസ്സ് ശരീരത്തിൻ്റെ ഭാഗമല്ല. ആ മനസ്സിൽ സ്വാധീനം ചെലുത്താനുള്ള ഒരേ ഒരു ശക്തി എന്താ എന്ന് ചോദിച്ചാൽ അറിവ്, ബോധം, ബോധാത്മകമായിരിക്കുന്ന ബുദ്ധി. ആ ബുദ്ധി എപ്പോഴും ആലോചനയാണ് അതിൻ്റെ സ്വഭാവം. അന്വേഷണം, തിരച്ചിൽ, കണ്ടുപിടിക്കൽ. അറിവ് എന്ന് പറയുന്ന ഘടകമാണ് ബുദ്ധിയുടെ ലക്ഷണം, ബുദ്ധിയുടെ പ്രയത്നം, ബുദ്ധി വരുത്തുന്ന പരിണാമം. അപ്പം അറിവിലൂടെ മാത്രമേ ഈ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റുള്ളൂ. മനസ്സ് വികാരാത്മകമാണ്, ഭാവാത്മകമാണ്. അങ്ങനെ വികാര ഭാവാത്മകമായ മനസ്സിൽ ഏതെങ്കിലും ഒന്നിന് സ്വാധീനം ചെലുത്താൻ സാധിക്കുമെങ്കിൽ അത് ബുദ്ധി മാത്രമാണ്. ആ ബുദ്ധിയെ കടന്നു പിടിച്ചുകൊണ്ടാണ് കൃഷ്ണൻ അർജുനനെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. അപ്പം ആദ്യമായി അവതരിപ്പിക്കുന്നത് സാഖ്യതത്വം. സാഖ്യതത്വം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തുകൾ പ്രതിപാദിക്കുന്ന അനശ്വരമായിരിക്കുന്ന തൻ്റെ ഉള്ളിൽ ഞാൻ എന്ന വാക്കുകൊണ്ട് നാം സൂചിപ്പിക്കുന്ന പരമാത്മ സത്താവിശേഷം. അത് എത്രത്തോളം നാം കാതുകൊണ്ട് കേൾക്കുന്നുവോ, മനസ്സുകൊണ്ട് മനനം ചെയ്യുന്നുവോ, ബുദ്ധി കൊണ്ട് ആലോചിക്കുന്നുവോ, അത്രത്തോളം നമ്മൾക്ക് ഉൾപരിണാമം, സ്വാധീനം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം അത് തുടർച്ചയായി കൃഷ്ണൻ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടില്ല, ഇനിയും പറയുന്നുണ്ട്. അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ അശോഷ്യയേവച നിത്യഃ സർവഗതസ്ഥാണു അചലോയം സനാതനഃ. ഈ ആത്മാവിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് അതിന് വഴി? ഒരു പടമെടുത്ത് കാണിക്കാൻ പറ്റില്ല, ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. പുറമേയുള്ള വസ്തു അല്ലാതെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അലിഞ്ഞു ചേർന്ന് എല്ലാ ദിക്കിലും എല്ലാ സെല്ലിലും വ്യാപിച്ചിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഉള്ളതുപോലെ അത് എല്ലാ ദിക്കിലും വ്യാപിച്ചു കിടക്കുന്നു. പക്ഷെ എല്ലാ ദിക്കിലും ഉള്ളതിനെ കണ്ടുപിടിക്കാൻ നമുക്ക് ഉപാധിയില്ല. അത് പുറം വസ്തു അല്ലാത്തത് കൊണ്ട്. നമുക്ക് എല്ലാം കൂടി ശരീരത്തിലുള്ളത് 5 ഇന്ദ്രിയങ്ങളാണ്. ഈ 5 ഇന്ദ്രിയങ്ങളുടെ മുൻഭാഗത്തുള്ള വസ്തുക്കളെ മാത്രമേ ഗ്രഹിക്കാൻ പറ്റൂ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? പ്രതി അക്ഷം എന്നാണ് ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കിട്ടുന്ന അറിവിനെ പറ്റി പറയുക. പ്രത്യക്ഷം. അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണ്, പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണിന് ഓപ്പോസിറ്റായി എതിർഭാഗത്തുള്ളത്. അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങൾ മുഴുവൻ ഗ്രഹിക്കുന്നത് ആ ഇന്ദ്രിയങ്ങളുടെ മുൻഭാഗത്ത് പ്രതിയായിട്ടിരിക്കുന്ന വസ്തുക്കളെ മാത്രമേ ഗ്രഹിക്കുള്ളൂ. ഈ ഉൾച്ചേതനയോ അത് പുറത്തുള്ളതല്ല. ബോധാത്മകമായ ഒരു സത്തയുള്ളത് ശരീരത്തിൻ്റെ ഉള്ളിൽ എല്ലാ ദിക്കിലും വ്യാപിച്ചു കിടക്കുകയാണ്. അതുപോലെ ലോകത്തെല്ലാ ദിക്കിലുമുണ്ട്, അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്കൊരു കുട്ടിയുണ്ട്, അമ്മ പെറ്റു വളർത്തിയ കുട്ടിയാണ്. ശരീരത്തെ പെറ്റു എന്നുള്ളത് ശരിയാ. ആ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ചേതനയെ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റില്ല. ആർക്കാണ് മനസ്സിലാക്കാൻ പറ്റുക? ഇനി ഒരു ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ചേതനയെ ഒരാൾക്കും പറ്റില്ല. അവനവൻ്റെ ശരീരത്തിൽ ഉള്ളിൽ മാത്രമേ ഇതിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ശരീരത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ പ്രയോഗിച്ച് അതുകൊണ്ടുണ്ടാകുന്ന അറിവല്ലാതെ, അതുകൊണ്ട് അത് പ്രത്യക്ഷമല്ല എന്ന് പറയും. ഇനി പ്രത്യക്ഷമല്ലെങ്കിൽ പിന്നെ എന്താവാനാണ് വഴി? പരോക്ഷം. പരോക്ഷം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? പ്രത്യക്ഷം ഇന്ദ്രിയങ്ങൾക്ക് മുൻപിലുള്ളത്. പരോക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് മുമ്പിലല്ല, ഇന്ദ്രിയങ്ങൾക്ക് ഉള്ളിലുള്ളതാ. ഐന്ദ്രിയ തലത്തിന് മീതെ ഉള്ളതാ. മീതെ എന്ന് വാക്കുപയോഗിച്ചാലും അത് പുറത്തുള്ളതല്ല. പുറം വസ്തുക്കളെ മുഴുവൻ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാം. ശരീരത്തിൻ്റെ ഉള്ളിലുള്ളത് ഗ്രഹിക്കാൻ ഇന്ദ്രിയങ്ങൾ അശക്തമാണ്, ദുർബലമാണ്. ഇന്ദ്രിയങ്ങളെ പറ്റി പറയുന്നത് എന്താ?
പരാഞ്ചിഖാനി വ്യതൃണത് സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി നാന്തരാത്മൻ. കഠോപനിഷത്തിൽ യമധർമ്മരാജാവ് പറഞ്ഞു കൊടുക്കുകയാണ് ചെറിയ കുട്ടി നചികേതസിനോട്. പരാഞ്ചിഖാനി വ്യതൃണത് സ്വയംഭൂ. സ്വയംഭൂ ബ്രഹ്മ ഉണ്ടല്ലോ, ആദ്യമായി മനുഷ്യന് വേണ്ടി ഈ ഇന്ദ്രിയങ്ങളെ രചിച്ചു. മനുഷ്യന് മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്കും ഉണ്ട്. ആ ഇന്ദ്രിയങ്ങൾക്ക് ഒരൊറ്റ ശക്തിയേ ഉള്ളൂ, സ്വഭാവമേ ഉള്ളൂ. പരാഞ്ചി ഖാനി വ്യതൃണത് സ്വയംഭൂ. പുറമേക്ക് പോവുക, പുറം വസ്തുക്കളെ ഗ്രഹിക്കുക, അതേ പറ്റുള്ളൂ. അപ്പൊ പുറം വസ്തുക്കളെ ഗ്രഹിക്കാൻ മാത്രമുള്ള 5 ഇന്ദ്രിയങ്ങളോട് കൂടിയാണ് ഒരു ശിശു ഭൂമണ്ഡലത്തിൽ ജനിക്കുന്നത്. അപ്പൊ ജനിച്ചത് മുതൽക്ക് ആ കുട്ടി ചെയ്യുന്നത് എന്താ? പുറം വസ്തുക്കളെ ഗ്രഹിക്കും ഗ്രഹിക്കും ഗ്രഹിക്കും. അമ്മയുടെ സ്പർശം, അമ്മിഞ്ഞ കുടിക്കുന്ന ആ രുചി, അമ്മ വന്നെടുക്കുമ്പോൾ ആ തൊട്ടിട്ടുള്ള ത്വക്കിലുള്ള സ്പർശം, അങ്ങനെ കുറേശ്ശെയായി കണ്ണുമിഴിച്ച് കണ്ടുകൊണ്ട് കാതുകൊണ്ട് കേട്ട അങ്ങനെ അങ്ങോട്ട് വളരുക. തസ്മാത് പരാങ് പശ്യതി നാന്തരാത്മൻ. പുറം വസ്തുക്കളെ കാണുക, അങ്ങനെ ഒരു സ്വഭാവവും പരിചയവും മാത്രമേ നമുക്കുള്ളൂ. ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതിനെ നോക്കാൻ ഒരവയവമോ ഒരു ഉപകരണമോ നമുക്കില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യുക? കശ്ചിദ്ധീര പ്രത്യഗാത്മാനമൈക്ഷത് ആവൃത്തചക്ഷു അമൃതത്വമിച്ഛൻ. കശ്ചിത് ധീര. ദാ നചികേതസേ, നിന്നെപ്പോലെ ഏതോ ഒരുത്തൻ വളരെ അപൂർവം, അത്യപൂർവമായിട്ടാണ് ഒരാള് പ്രത്യഗാത്മാനമൈക്ഷത്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആത്മചേതനയുണ്ടല്ലോ, ആത്മചേതന എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ശരീരത്തിൻ്റെ ഉള്ളിൽ ചൂടും വികാരങ്ങളും ഭാവങ്ങളും എല്ലാം രചിച്ചുകൊണ്ട് അടിതൊട്ട് മുടി വരെ എല്ലാ സെല്ലിലുമുള്ള ഒരു സാന്നിധ്യമാണത്. ആ സാന്നിധ്യത്തെ ആത്മാനമൈക്ഷത്, ഉള്ളിലുള്ള ആ സത്താവിശേഷത്തെ കണ്ടു. എങ്ങനെ? ആവൃത്തചക്ഷു അമൃതത്വമിച്ഛൻ. ആ ഇന്ദ്രിയങ്ങൾ പുറത്തേക്ക് എങ്ങനെ പോകുമോ അതുപോലെ അകത്തേക്ക് ചുഴിഞ്ഞന്വേഷിക്കുന്ന ഒരു മനസ്സും ബുദ്ധിയുമുണ്ട് നമുക്ക്. ആ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും എങ്ങനെ ഞാൻ കാണുന്നു, എങ്ങനെ ഞാൻ കേൾക്കുന്നു, കാണിക്കുന്നതും കേൾക്കുന്നതുമായ ശക്തിവിശേഷം എവിടെ, എന്ത് എന്നൊക്കെ നമ്മൾ അന്വേഷിച്ചു പോകാൻ നമ്മുടെ ബുദ്ധിക്ക് സാധിക്കും. നമ്മുടെ കണ്ണിനെ തന്നെ അങ്ങോട്ട് തിരിച്ചു വെച്ച മാതിരിയെന്ന് ഉൾവീക്ഷണത്തോടുകൂടി, ഉൾത്തിരച്ചിലോടുകൂടി, ഉള്ളന്വേഷണത്തോടുകൂടി അമൃതത്വമിച്ഛൻ, അവിടെയാണ് പ്രധാനം. അമൃതത്വമിച്ഛൻ എന്നുള്ള വാക്കാണ് അവിടെ. ഈ ലോകത്തിലുള്ള വസ്തുക്കൾ, നമ്മുടെ ശരീരമടക്കം എല്ലാം തന്നെ നശ്വരമാണ്. ഈ നശ്വരതയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുറത്തില്ല. സ്വർഗവും നശിക്കുന്നതാണ്, നരകവും നശിക്കുന്നതാണ്. പുറമേയുള്ള എന്ത് സാധനവും നശ്വരമാണ്. ഭൂമിയും അതെ, ദേഹവും അതെ, മനസ്സും അതെ, എല്ലാം തന്നെ നശിക്കുന്നതാണെങ്കിൽ അനശ്വരത്വം എവിടുന്ന് കിട്ടും? ഇതിൽ നിന്നൊന്നും കിട്ടില്ല. അപ്പൊ പുറമേയുള്ളത് മുഴുവൻ നശ്വരമാണെങ്കിൽ അനശ്വരതയ്ക്ക് എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഉള്ളിലാണ് എന്ന് പറഞ്ഞ് ഉള്ളന്വേഷണമായി, ഉൾത്തിരിച്ചലുമായി, ഉൾമുങ്ങലുമായി ഒരാൾ പുറപ്പെടുന്നു. ആ ആളെയാണ് ബുദ്ധിമാൻ എന്ന് പറയേണ്ടത്. നിങ്ങൾ എത്ര തന്നെ ബാക്കി ഓരോന്ന് പഠിച്ച് ഗവേഷണം, ബിരുദാനന്തര ബിരുദം, ഹു ഒക്കെ ആയിക്കോട്ടെ, അവരെ ഒന്നും ബുദ്ധിമാൻ എന്ന് പറയാൻ പറ്റില്ല. എന്താ കാരണം? അവരൊക്കെ കണ്ടുപിടിക്കുന്നത് നശ്വര വസ്തുക്കളുടെ വിശേഷങ്ങളാണ്, വിശേഷ വിവരങ്ങളാണ്. എത്ര എലിമെന്റ്സിനെ കെമിസ്ട്രി ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ എലിമെന്റ്സ് ഒക്കെ നശ്വരമാണ്. എത്ര ജീവജാലങ്ങളുണ്ട്. ഇപ്പൊ ബയോളജി, സുവോളജി എന്നൊക്കെ പറഞ്ഞ് കുറേ റിസർച്ച് ഉണ്ടല്ലോ. ഈ റിസർച്ചൊക്കെ എവിടെയാണ് നടത്തുന്നത്? ജൈവവസ്തുക്കളിൽ ഒക്കെ, നമ്മുടെ ശരീരത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളിലുമാണ് ഈ റിസർച്ച് മുഴുവനും നടത്തുന്നത്. അതൊക്കെ നശ്വരമാണ്. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് അനശ്വരത കണ്ടുപിടിക്കണമെങ്കിൽ പുറം മണ്ഡലത്തെ പൂർണ്ണമായി ത്യജിച്ച്, ഉപേക്ഷിച്ച്, പിൻവാങ്ങി, ഉള്ളിൽ മുങ്ങി ആവൃത്തചക്ഷുഹു. പ്രേക്ഷകരെ കേൾക്കണുണ്ടോ നിങ്ങൾ? ആവൃത്തചക്ഷുഹു അമൃതത്വമിച്ഛൻ. അതിനുള്ള പ്രേരണ എന്താ? അമൃതത്വം, അമൃതത്വം, അമൃതത്വം. ആ അമൃതത്വമാണല്ലോ കൃഷ്ണൻ ഇവിടെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? സമദുഃഖ സുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. മനസ്സിൽ പൊങ്ങി വരുന്ന സുഖദുഃഖങ്ങൾ നശ്വരങ്ങളാണ്. ആ നശ്വര സുഖദുഃഖങ്ങൾ ഒരുപോലെ സമബുദ്ധിയോടുകൂടി കണ്ട് ആ സുഖദുഃഖങ്ങൾ എവിടുന്ന് വരുന്നുവോ ആ ഉറവിടത്തിൽ എത്തിച്ചേരാൻ വേണ്ടി ആര് പരിശ്രമിക്കുന്നുവോ അയാൾക്കാണ് അമൃതത്വം വിധിച്ചിരിക്കുന്നത്. അപ്പൊ ഈ അമൃതത്വം എന്ന് പറയുന്നത് പുറത്തില്ല, അത് അകത്തേ ഉള്ളൂ. അത് നല്ലപോലെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ സാഖ്യതത്വം അവതരിപ്പിക്കുന്ന സമയത്ത് കൃഷ്ണൻ അർജുനന്റെ ബുദ്ധി അങ്ങോട്ട് തട്ടി ഉണർത്തുകയാണ്.
ആ ബുദ്ധിയെ തട്ടി ഉണർത്തിയാൽ മാത്രമേ ഈ സങ്കടപ്പെട്ട് സംഘർഷ നിർഭരമായിരിക്കുന്ന മനസ്സിന് ഒരു ശാന്തിയോ സമാധാനമോ സ്ഥൈര്യമോ ഉണ്ടാകൂ. അത് കൃഷ്ണൻ ആലോചിച്ചത് കൊണ്ടായില്ല, അർജുനനെ കൊണ്ട് ആലോചിപ്പിക്കണം. ആ ആലോചനയ്ക്കുള്ള വഴി എന്താ? ഒരു ഭാഗത്ത് ചോദ്യം, നിർബന്ധം ചോദിക്കുക. അശോച്യാനന്വശോച, ഒരു കുറ്റാരോപണം പോലെയാ കൃഷ്ണൻ തുടങ്ങിയത്. ആരെക്കുറിച്ച് ദുഃഖിക്കാൻ പാടില്ലയോ അവരെക്കുറിച്ച് അർജുന നീ ദുഃഖിക്കണു എന്ന് പറഞ്ഞു. അപ്പോൾ ബുദ്ധിയുള്ളവർക്ക് ആർക്കും അത് കേട്ട് മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? ഞാൻ ഭീഷ്മരെയും ദ്രോണരെയും കുറിച്ച് ദുഃഖിക്കണു, ആ ദുഃഖിക്കുന്നത് ശരിയല്ല ശരിയല്ല എന്ന് എൻ്റെ കണ്ണിലുണ്ണി കൃഷ്ണൻ പറയുന്നു. അപ്പം അതിൽ അർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ ആലോചിക്കാതെ പറ്റില്ല. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കേൾക്കട്ടെ എന്നായി അർജുനൻ എന്ന് ആ അർജുനനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഈ സാഖ്യതത്വം, ഈ ആത്മതത്വം ഉണ്ടല്ലോ, അതിനെപ്പറ്റി ബുദ്ധി ആലോചിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ ഈ മനസ്സ് സമാധാനമാവുള്ളൂ. നിങ്ങൾ മനസ്സിനെ സമാധാനിപ്പിക്കാൻ വേറെ എന്തു വേണമെങ്കിൽ പുറപ്പെട്ടോളൂ പുറപ്പെട്ടോളൂ പുറപ്പെട്ടോളൂ, മനസ്സ് സമാധാനപ്പെടില്ല. വളരെ കൊല്ലങ്ങൾ മുൻപ് കൽക്കട്ടയിലിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഗുരുവിനെ കണ്ടു സംസർഗമായി. അവസാനം ഒരു സമയത്ത് അദ്ദേഹത്തിന് എഴുത്തെഴുതി എനിക്ക് ദീക്ഷ തരണം, അതിനുള്ള സമയമായി എന്ന്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയത് എങ്ങനെയാ? ഒരു കുറവുമില്ല, സാധാരണ നിലയ്ക്ക് വീട്ടിൽ ലാളിച്ച് വളർത്തിയ കുട്ടിയാണ്, ഒക്കെയാണ്. എന്തായാലും മനസ്സിന് വിശ്രമമില്ല. അപ്പം എന്നെപ്പോലെ ഒരാൾക്ക് മനസ്സിന് വിശ്രമമില്ലാതെ ഇരിക്കാൻ കാരണം എന്താ? ഒരു കാരണവുമില്ല, മനസ്സിന് വിശ്രമമില്ല. എങ്ങനെയാ മനസ്സ് വിശ്രമിക്കുക? ആ വിശ്രമം പിന്നെ എങ്ങനെ കിട്ടും? അധ്യാത്മമായ മജ്ജനം കൊണ്ട് മാത്രമേ കിട്ടുള്ളൂ. എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ അവർക്ക് സമാധാനമാണ്, ഒരു ഉപദ്രവം ആർക്കും ചെയ്യില്ല, തനിക്കും ഒരു ഉപദ്രവം ഉണ്ടാവില്ല. ആ ഉറങ്ങുന്നത് പോലെ ഉണർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ഉറങ്ങാൻ സാധിക്കണം. ഞാനിതാ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉറങ്ങാൻ പറ്റിയാൽ അപ്പം നമുക്ക് സമാധാനമായി. അപ്പം ഞാൻ എൻ്റെ ഗുരുവിനെ പറ്റി ഒരു ശ്ലോകം എഴുതുണ്ടായി. അതെന്താ? സംഭ്രാന്തചിത്തായ സമാശ്രിതായ സമാധിശദ്യ പരമാത്മതത്വം എന്നാണ് വിവരിച്ചിരിക്കുന്നത്. സംഭ്രാന്തമായിരിക്കുന്ന ചിത്തത്തിന്, തന്നെ ആശ്രയിച്ച ആൾക്ക്, ആ സംഭ്രാന്ത ചിത്തന് സമാധിശത് യഹ പരമാത്മതത്വം, പരമാത്മതത്വം ആര് ഉപദേശിച്ചുവോ ആ ഗുരുവിന് നമസ്കാരം എന്ന. അപ്പം ഈ മനസ്സിൻ്റെ സംഭ്രമം തീരണമെങ്കിൽ അതിന് ഈ ആത്മതത്വ വിചാരവും ആത്മമജ്ജനവും മാത്രമേ സഹായിക്കൂ. അതാണ് കൃഷ്ണൻ ഉപദേശിക്കുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കും, ഈ ഉപദേശം സാധാരണ വയസ്സായി തലയൊക്കെ നരച്ച് പല്ലും വീണ് വീട്ടിലുള്ളവർക്ക് വേണ്ടാന്ന് തോന്നി കാട്ടിലേക്ക് ഒറ്റയ്ക്ക് പോയി കുടീരത്തിൽ കായും കിഴങ്ങുമായിട്ട് കഴിഞ്ഞുകൂടുന്നവർക്കല്ലേ ഈ ആത്മതത്വം എന്ന്? അതല്ല എന്ന് തെളിയിപ്പിക്കുന്നതാണ് ഭഗവത്ഗീത. ഈ ആത്മതത്വം ഉപദേശിച്ചത് കൊണ്ട് മാത്രമാണ് തസ്മാത് യുദ്ധസ്വ ഭാരത, അതുകൊണ്ടാണ് എണീറ്റ് യുദ്ധം ചെയ്യൂ. അപ്പം എണീക്കണം, യുദ്ധം ചെയ്യണം, എണീക്കണം, യുദ്ധം ചെയ്യണം. ആ എഴുന്നേൽപ്പിക്കാനുള്ള ഒരു ശക്തി കൊടുക്കാനാണ് ഈ ആത്മതത്വം വായ, മുഖം, ശബ്ദങ്ങൾ, വാക്യങ്ങൾ ഉപയോഗിച്ച് കൃഷ്ണൻ ഇതാ പകർന്നു കൊടുക്കുന്നത്. അപ്പം അദ്ദേഹം ആ ഭാഗത്തുനിന്ന് വിട്ടുപോയിട്ടില്ല, ആ ആത്മാവിനെ വിവരിക്കുകയാണ്. അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ അശോഷ്യയേവച നിത്യഃ സർവഗതഃ സാണുഃ അചലോയം സനാതനഃ. ഇതെന്തിനാ ഞാൻ പറഞ്ഞത്? ഈ ആത്മാവിനെ പറ്റി ഒരാളെ കൊണ്ട് ചിന്തിപ്പിക്കണം, വിചാരം ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ആത്മാവിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കലേ പറ്റുള്ളൂ. ദാ കണ്ടോളൂ, പടം പിടിച്ചിട്ടുണ്ട് കേട്ടോ, വീഡിയോ ഫിലിം കാണിക്കാൻ പറ്റില്ല. ആകാശത്തിൻ്റെ പടം എടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അഗ്നിയുടെ പടമെടുക്കാം, അഗ്നിയുടെ പടമെടുക്കാം, സൂര്യചന്ദ്രാദികളുടെ പടമെടുക്കാം, വെള്ളത്തിൻ്റെ എടുക്കാം, കാറ്റിൻ്റെ പോലും ഒരളവ് വരെ എടുക്കാം, ഭൂമിയുടെ പിന്നെ എടുക്കാമല്ലോ. ആത്മാവിൻ്റെ പടമെടുക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പം ആത്മാവിനെ പറ്റിയിട്ടുള്ള വിചാരമോ അതിനെ പറ്റിയിട്ടുള്ള അറിവോ ഉണർവോ അനുഭവമോ ഉണ്ടാക്കണമെങ്കിൽ അതിന് ശബ്ദം മാത്രമാണ് പ്രമാണം, സഹായം. അതാണ് നമ്മുടെ വേദങ്ങൾക്ക് ഇത്ര വലിയ പ്രസക്തി. ശാബ്ദപ്രമാണമാണ് വേദം. വേദങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ വേറെ ഒരു ശാസ്ത്രങ്ങളിലും ഒബ്ജക്റ്റീവ് സയൻസസിലും കാണില്ല. ബാക്കിയുള്ള സയൻസസിന് പ്രവേശിക്കാനും വിശകലനം ചെയ്യാനും പറ്റാത്തതായ ഒരു മേഖലയാണ് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഉണർവ് മേഖല. ഉണർവ് മേഖല, ആ ചേതനാത്മകമായ ഒരു കോശമുണ്ടല്ലോ, ആ കോശത്തിൽ ഒരു തരത്തിലുള്ള ടെലിസ്കോപ്പോ മൈക്രോസ്കോപ്പോ അവിടെ പ്രവേശിക്കില്ല. എത്ര തവണ നമ്മുടെ ശരീരം സ്കാൻ ചെയ്യണു? ഏതെങ്കിലും ഒരു സ്കാനിൽ ഈ ആത്മസാന്നിധ്യം പുറത്തു വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്താ കാരണം?
സ്കാൻ അവിടെ പ്രവേശിക്കാൻ പറ്റില്ല. അതന്നെയാ അപ്പോൾ ഇവിടെ പറയണത്. അച്ഛേദ്യോയം, എക്സ്റേ ആയിക്കോട്ടെ, ഗാമാറേ ആയിക്കോട്ടെ, ആ ആത്മമേഖലയിൽ ഒന്നും പ്രവേശിക്കില്ല. അതിനെ മുറിവേൽപ്പിക്കാൻ പറ്റില്ല, തുളയ്ക്കാൻ പറ്റില്ല, അതിനെ വെട്ടിമുറിക്കാൻ പറ്റില്ല, അതിലൊരു കോറലോ പോറലോ ഏൽപ്പിക്കാൻ പറ്റില്ല. അദാഹ്യോയം, ചൂട് പിടിപ്പിച്ച് ദഹിപ്പിച്ച് അതിനെ അങ്ങോട്ട് വെണ്ണീറാക്കാമെന്ന് വിചാരിച്ചാൽ അതും പറ്റില്ല. നമ്മൾ വാസ്തവത്തിൽ മരിച്ചുപോയവരുടെയൊക്കെ ശരീരം ദഹിപ്പിക്കാറാവുള്ളത്. ആ ദഹിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള വിശ്വാസം എന്താ? ശരിയായി ആ ശരീരത്തിൽ ആര് ജീവിച്ചിരുന്നോ ആ ആളവിടെ ഇല്ല, അദ്ദേഹത്തിൻ്റെ ശരീരം ജഡമായി കഴിഞ്ഞു എന്ന് പറഞ്ഞ് ശരീരത്തിനെയാണ് ദഹിപ്പിക്കുന്നത്, ആ ആളെ ദഹിപ്പിക്കണില്ല. അപ്പം ആ ആളാരാ? ശരീരമല്ലാത്തൊരാളാണ്. ആ ശരീരമല്ലാത്ത ഒരു സാന്നിധ്യമുണ്ടല്ലോ, അതവിടെ ഇല്ല. അപ്പം ധൈര്യമായിട്ട് നമ്മൾ ദഹിപ്പിക്കണു. അദാഹ്യോയം അക്ലേദ്യോ അശോഷ്യേവച, അതിനെ നനയ്ക്കാനോ കുതിർത്താനോ പറ്റില്ല. അശോഷ്യേവച, കാറ്റുകൊണ്ട് വറ്റിക്ക്, വരൾച്ച ഉണ്ടാക്കുക, ഉണക്കുക, അങ്ങനെ വല്ലതും ചെയ്യാമോ? ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ 4 വാചകങ്ങൾ കൊണ്ട്, വാക്യങ്ങൾ കൊണ്ട് കൃഷ്ണൻ ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ ഈ പ്രപഞ്ചം, ലോകം മുഴുവനും പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. പഞ്ചഭൂതങ്ങൾ. ആ പഞ്ചഭൂതങ്ങളിൽ 4 എണ്ണം മാത്രമേ പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാനും വ്യവഹരിക്കാനും പറ്റുള്ളൂ. ഒന്ന് ഖരവസ്തു, ഭൂമി; ദ്രവം, വെള്ളം; വാതരൂപത്തിലുള്ളത് കാറ്റ്; അത് കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ഊർജങ്ങൾ, അഗ്നി, ചൂട്, പ്രകാശം എന്നിങ്ങനെയുള്ളത്. ഇതൊക്കെ മാത്രമേ നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണൂ, വ്യവഹരിക്കാനും സമ്പർക്കം പുലർത്താനും പറ്റുള്ളൂ. ഈ 4 ഭൂതങ്ങളിൽ നിന്നും ഒരു വിധത്തിലുള്ള ബാധയോ പ്രതികരണമോ ഈ ആത്മാവിന് ഇല്ല എന്ന് പറയുമ്പോൾ അത് ലോകത്തിൽ തന്നെ നിർബാധമാണ്. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? അതിന് മാത്രം ഒരു ബാധയില്ലാന്ന്. ഈ ബാധ എന്നുള്ള വാക്കെന്താ? എല്ലാം കൂടി 5 ഭൂതങ്ങളിൽ 4 ഭൂതങ്ങളിൽ നിന്നുള്ള ആക്രമണമോ പ്രതികരണമോ സമ്പർക്കമോ ആണ് ഈ ബാധ. ഇപ്പോൾ ഒരാള് നിങ്ങളെ ശകാരിച്ചു എന്നിരിക്കട്ടെ. എന്താണ് ഈ ശകാരം? ജീവിച്ചിരിക്കുന്ന ഒരു ശരീരത്തിൽ നിന്ന് നിർഗളിക്കുന്ന ശബ്ദമാണ് ഈ ശകാരം. അപ്പൊ ശരീരം എന്ന് പറയുന്നത് പാഞ്ചഭൗതികമായ ഒരു വസ്തുവാണ്, ഒരു ഘടന, ഒരു സംഘാതമാണ്. അതിൽ നാവും ചുണ്ടും പല്ലുമെല്ലാം ഉപയോഗിച്ച് വരുന്ന ശബ്ദം എന്ന് പറയുന്ന ഊർജമാണ് വാക്കുകൾ. ആ വാക്കുകൾക്ക് നിങ്ങൾ നൽകുന്ന വ്യാഖ്യാനമാണ് നിങ്ങളെ ശകാരം എന്ന് പറയിപ്പിക്കുന്നത്. അപ്പൊ ആ വാസ്തവത്തിൽ ആ ബാധ എന്താ? ശബ്ദമാണത്. അത് ജീവിച്ചിരിക്കുന്ന ഒരു ശരീരത്തിൽ നിന്ന്, വായിൽ നിന്ന് വന്നതാണ്. അങ്ങനെ ഒരു തരത്തിലുള്ള ബാധയും ഇതിനില്ല എന്നാ പറയണത്. അച്ഛേദ്യോയം, അതിനെ ഛേദിക്കാൻ പറ്റില്ല. അദാഹ്യോയം, ദഹിപ്പിക്കാൻ പറ്റില്ല. അക്ലേദ്യ, നനയ്ക്കാനോ കുതിർത്താനോ പറ്റില്ല. അശോഷ്യേവച, ശോഷിപ്പിക്കാനും പറ്റില്ല. കഴിഞ്ഞു. ഇനി ഒന്നും പറയാനില്ല. 4 ഭൂതങ്ങൾക്കും അതീതമാണത്. ഈ ലോകത്തിൽ എന്തെല്ലാം നടക്കുന്നുണ്ടോ ആ നടക്കുന്നത് മുഴുവൻ ഈ 4 ഭൂതങ്ങളുടെ ക്രിയയും പ്രതിക്രിയയുമാണ്. എന്താ പറഞ്ഞത്? ഈ 4 ഭൂതങ്ങളിൽ നിന്നുള്ള ക്രിയകളും പ്രതിക്രിയകളുമാണ് ലോകം മുഴുവനും നടക്കുന്നത്. സൂര്യൻ ഉദിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്തു? പ്രകാശവും ചൂടും വിസർജിക്കുന്നു, പ്രസരിപ്പിക്കുന്നു. ചന്ദ്രൻ ഉദിച്ചാലോ പ്രകാശം മാത്രം. വെള്ളം ഒഴുകണു, തണുക്കണു. പിന്നെ എന്താ? കാറ്റ് ഊതുന്നു. ഭൂമിയോ താങ്ങി നിൽക്കുന്നു. ഒന്ന് ഖരം, മറ്റുള്ളതൊക്കെ മറിച്ചുള്ളത്. അപ്പൊ ഈ വസ്തുക്കളിൽ നിന്ന് ഒന്നും ഒരു തരത്തിലുള്ള പ്രതികരണമോ ബാധയോ ഈ അന്തരാത്മാവിനില്ല. അങ്ങനെ വിപുലമായി നിങ്ങൾ മനസ്സിലാക്കണം. ഈ അന്തരാത്മാവിന് ശകാരിച്ചാൽ മാത്രം അത് നിർബാധം എന്നല്ല. ഒരാൾ എന്നെ തുറിച്ചു നോക്കി, ആ തുറിച്ചു നോക്കിയത് കൊണ്ട് തുറിച്ചതും നോക്കിയത് ആരാ? അയാളാണ്. നമ്മളതിൽ എന്തിനാ ബാധിക്കാൻ പോണേ? അയാൾ എന്നെ തുറിച്ചു നോക്കി, നല്ലോണം തുറിച്ചു നോക്കിക്കോട്ടെ, നമ്മളെവിടുന്നാ പോവുക? എന്താ നിങ്ങൾ ഈ പറയുന്നത്? അപ്പൊ അവനവനെ ബാധിക്കില്ല എന്നൊരു കോൺഫിഡൻസ്, ഒരു വിശ്വാസം വരണമെങ്കിൽ ആത്മവിശ്വാസം കൊണ്ടേ വരുള്ളൂ. ഈ പ്രപഞ്ചത്തിൽ ജീവിക്കണമെങ്കിൽ എല്ലാ സമയത്തും നമുക്ക് താപത്രയം നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കും. ആ താപത്രയത്തിൽ നിന്ന് ഒഴിവാവണം എന്നുണ്ടെങ്കിൽ ശ്രീമദ് ഭാഗവതം ആദ്യമേ 2ാമത്തെ ശ്ലോകത്തിൽ പ്രഖ്യാപിക്കുകയാണ്. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം.
താപത്രയത്തെ ഉന്മൂലനം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. എവിടെയാ ഈ താപത്രയം? മനസ്സിൽ, മനോമേഖലയിൽ. ആ മനോമേഖലയിൽ വന്ന് ആഞ്ഞു കയറുന്ന ഈ താപത്രയം, ആധ്യാത്മികം, ആധിദൈവികം, ആധിഭൗതികം എന്ന് പറയുന്ന ദുഃഖത്രയമുണ്ടല്ലോ, അതിനെ തുടച്ചു മാറ്റണം എന്നുണ്ടെങ്കിൽ വേദ്യം, പ്രേക്ഷകരെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അറിയണം. എന്ത്? വാസ്തവമത്ര വസ്തു ശിവദം. ഇവിടെ പ്രതിപാദിക്കുന്ന അനശ്വരമായിരിക്കുന്ന ഒരു സത്താവിശേഷമുണ്ട്, ഇതിൽ പ്രതിപാദിക്കുന്നു. അതിനെയാണ് നാം സാധാരണ മതപരമായി പറയുന്നത് ഭഗവാൻ, ഈശ്വരൻ, ദൈവം എന്നൊക്കെ പറയണത് മതപരമായിട്ടുള്ള ഒരു നിർവചനമാണ്. നിങ്ങളത് പൂർണ്ണമാണെന്ന് വിചാരിക്കരുത്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പുല്ലിംഗമായി, ഭഗവാൻ എന്ന് പറഞ്ഞാൽ പുല്ലിംഗമായി, ഭഗവതി എന്ന് പറയുമ്പോഴോ സ്ത്രീലിംഗമായി. വാസ്തവത്തിൽ ഈ സത്താവിശേഷം പുരുഷനുമല്ല സ്ത്രീയുമല്ല, അത് ജീവരാശികളിലുള്ള പ്രകാരഭേദങ്ങളോ വ്യത്യാസങ്ങളോ ആണ്. പരമതത്വത്തിന് പുല്ലിംഗവും ഇല്ല സ്ത്രീലിംഗവും ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ നപുംസകലിംഗ. അപ്പം നമ്മളിങ്ങനെ ഈശ്വരൻ ഈശ്വരൻ എന്ന് നാം പറയുന്നുണ്ടെങ്കിലും എന്തിനെയാ ഈ പറയുന്നത്? അനശ്വരമായ സാന്നിധ്യത്തെയാണ് പറയുന്നത്. ആ അനശ്വര സാന്നിധ്യമാണ് വാസ്തവം, ബാക്കിയുള്ളതൊക്കെയോ അവാസ്തവം. അപ്പോൾ വാസ്തവം ഒന്നേ ഉള്ളൂ, അവാസ്തവങ്ങൾ അനവധിയുണ്ട്. ആ വാസ്തവം ഇവിടെ മനസ്സിലാക്കണം എന്നാ ശ്രീമദ് ഭാഗവതം പറയുന്നത്. എല്ലാവരും വിചാരിക്കുന്നത് എന്താ? ശ്രീമദ് ഭാഗവതം ഒരു ഭക്തിഗ്രന്ഥമാണ്, ഭക്തിഗ്രന്ഥമാണ്. ഭഗവാനെ നിങ്ങൾ വിളിച്ചോളൂ, കരഞ്ഞോളൂ, ജപിച്ചോളൂ, സ്തുതിച്ചോളൂ, പൂജിച്ചോളൂ, ആരാധിച്ചോളൂ എന്നാണ് ഭാഗവതം പറയുന്നത് എന്ന്. തുടക്കത്തിൽ തന്നെ പറയണത് അതാണോ? ജന്മാദ്യസ്യ യതോന്വയാദിതരതഃ എന്നാണ് തുടങ്ങുന്നത്. ഈ കാണുന്ന സൃഷ്ടിവിശേഷം മുഴുവനും എവിടുന്ന് നിർഗളിച്ചുവോ അത് എന്ന് പറഞ്ഞുകൊണ്ടാ പുറപ്പാട്. ആ ശ്രീമദ് ഭാഗവതം എങ്ങനെയാ വെറും ഭക്തി എന്ന് പറയുന്ന രണ്ടക്ഷരം പ്രതിപാദിക്കുന്നതാണെന്ന് വരിക? ഭക്തി അതിൽ പ്രധാനമായിട്ടുള്ള ഒരു ഉപായമോ മാധ്യമമോ ഒരനുഷ്ഠാനമോ അനുധാവനമോ ആണ്. ആ ഭക്തിമാർഗത്തിൽ പറയുമ്പോഴാണ് ഈ പരമതത്വത്തെ ഭഗവാൻ എന്ന് പറയുന്നത്. എന്നാൽ വാസ്തവത്തിൽ അതാണ് ആത്മാവിൻ്റെ പര്യായ ശബ്ദങ്ങളാണ് ഭഗവാൻ, ബ്രഹ്മം എന്നൊക്കെ പറയുന്നത്. ഇതും ഭാഗവതം വ്യക്തമാക്കുന്നുണ്ട്. വദന്തി തത്വവിദസ്തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ. അദ്വയജ്ഞാനത്തെയാണ് ആത്മാവെന്നും ബ്രഹ്മമെന്നും ഭഗവാനെന്നും വ്യപദേശിക്കുന്നത്. അപ്പം ആ ഭഗവാൻ ഭഗവാൻ എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, അതെന്താ വാസ്തവത്തിൽ? വാസ്തവമത്ര വസ്തു ശിവദം വേദ്യം. ഇവിടെ ഞങ്ങൾ അധ്യായം തോറും സ്കന്ധം തോറും ഒരുമാതിരി പറയുകയാണെങ്കിൽ ശ്ലോകങ്ങൾ തോറും പ്രതിപാദിക്കുന്നുണ്ട്. എന്ത്? മംഗളപ്രദം, സുഖദുഃഖങ്ങളെ തീരുമാനം തുടച്ചു മാറ്റുന്ന, താപത്രയത്തെ ഉന്മൂലനം ചെയ്യുന്ന ആ വിശേഷപ്പെട്ട മംഗളകരമായ കല്യാണകരമായിരിക്കുന്ന സത്യമുണ്ടല്ലോ, ആ സത്യത്തെ നാം പ്രതിപാദിക്കുന്നത് നിങ്ങൾ അറിയണം. അറിഞ്ഞാലേ ഈ ദുഃഖശമനം ഉണ്ടാവൂ. അതാണ് ഇവിടെ കൃഷ്ണൻ ചെയ്യുന്നത്. അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ ശോഷ്യയേവച. അപ്പൊ അങ്ങനെ 4 ഭൂതങ്ങളിൽ നിന്നുള്ള ആക്രമണമോ ബാധയോ ഈ ഉള്ളിലുള്ള അനശ്വര സാന്നിധ്യത്തിന് ഏശില്ല എന്ന് പറഞ്ഞിട്ട് ആ സാന്നിധ്യത്തെ പിന്നെ എങ്ങനെ വേണം സമീപിക്കാൻ? ഈ വക വിശേഷണങ്ങളിലൂടെ ബുദ്ധി ചിന്തിക്കട്ടെ, ആലോചിക്കട്ടെ. നിത്യഃ, അത് എല്ലാ കാലത്തും നിൽക്കുന്നതാണ്. എന്നാൽ നമ്മൾ അനുഭവിക്കുന്നത് മുഴുവനുമോ സുഖദുഃഖങ്ങൾ. ആ സുഖദുഃഖങ്ങളോ നിത്യങ്ങളാണോ? അല്ല, അനിത്യങ്ങളാണ്. ഈ പ്രപഞ്ചത്തുനിന്ന് മുഴുവൻ ഉണ്ടാവുന്നത് ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം എന്ന് പറയുന്ന 5 അനുഭവമല്ലേ? ആ 5 അനുഭവം ഇന്ദ്രിയ തലത്തിലാണ്. അവിടുന്ന് അങ്ങോട്ട് താഴത്തേക്ക് മനോമേഖലയിൽ അനുഭവിക്കേണ്ട സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത് മുഴുവനും സുഖദുഃഖമായി കുറയണു 2 എണ്ണമായിട്ട്. ആ 2 എണ്ണം വന്നും പോകുന്നതുമാണ്, ആഗമവായികളാണ്. അപ്പം അത് രണ്ടും അനിത്യമാണല്ലോ. ആത്മാവോ നിത്യം. അതിനെ നിത്യമായി, നിത്യം നിത്യം നിത്യം, ആ ഭാവം നിങ്ങളുടെ ഉള്ളിലിരിക്കട്ടെ. നിങ്ങളുടെ പറച്ചലിലും നിങ്ങളുടെ ചിന്തയിലും നിങ്ങളുടെ സംസാരത്തിലും നിങ്ങളുടെ ആലോചനയിലും ഈ അനിത്യങ്ങളെ വിട്ട് നിത്യത്തെ കടന്നു പിടിക്കൂ. സർവഗതഃ, അത് എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്നതാണ്. നമ്മുടെ ശരീരം സർവവ്യാപിയല്ല. പഞ്ചഭൂതങ്ങളിൽ 4 എണ്ണം സർവവ്യാപിയല്ല. ആകാശം മാത്രമേ സർവവ്യാപി ഉള്ളൂ, ഉണ്ടെങ്കിൽ തന്നെ. നേരെ മറിച്ച് ഈ ആത്മാവോ ആകാശത്തെ പോലെ സർവഗതമാണ്. സ്ഥാണു, അതൊരു തൂണ് പോലെ ഉറച്ചിങ്ങനെ നിൽക്കുന്നതാ. അതിന് ചലനമില്ല, സ്പന്ദനമില്ല, ഗമനമില്ല.
ഭൂമി വട്ടം തിരിഞ്ഞുകൊണ്ടായിരിക്കുന്നത്. അപ്പം ഭൂവാസികളായ നമ്മളും തിരിഞ്ഞുകൊണ്ടിരിക്കുക. കാറ്റാണെങ്കിൽ ഊതുന്നു, വെള്ളമാണെങ്കിൽ ഒഴുകണു, തീയാണെങ്കിൽ കത്തി മേപ്പോട്ട് പോണു, ചൂടാണെങ്കിൽ പ്രസരിക്കണു. എല്ലാറ്റിനും ഗമനമോ ചലനമോ സ്പന്ദനമോ ഉണ്ട്. എന്നാൽ ഈ പഞ്ചഭൂതങ്ങൾക്ക് അതീതമായിരിക്കുന്ന ഈ അനശ്വര വസ്തു ഉണ്ടല്ലോ, അത് സ്ഥാണു അചലോയം സനാതനഃ. ചലനങ്ങളോ ഗമനങ്ങളോ ഇല്ലാതെ അചലമായി സനാതനമായി നിൽക്കുന്നു. സനാതനം എന്ന് പറഞ്ഞാൽ എന്താ? എന്നേക്കും ഒരുപോലെ കുടികൊള്ളുന്നു, പരിലസിക്കുന്നു, വാഴുന്നു, സ്ഥിതി ചെയ്യുന്നു, നിലകൊള്ളുന്നു. സനാതനമാണത്. അപ്പോൾ നിത്യ സർവഗതസ്ഥാണു അചലോയം സനാതനഃ അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ അശോഷ്യയേവച. നിങ്ങൾ പലപ്പോഴും ദുഃഖിച്ച് കരയുന്നുണ്ടാവും. ആ സമയത്ത് ഭഗവത്ഗീത ഒന്ന് തുറക്കൂ. 2-ാം അധ്യായത്തിൽ 24, 25 ശ്ലോകങ്ങൾ എടുത്ത് അങ്ങോട്ട് ചൊല്ലൂ. അതെങ്ങനെ ചൊല്ലണം? ഉറക്ക ചൊല്ലണം. കാപ്പി കുടിക്കണ പോലെ ചൊല്ലണം, ചായ കുടിക്കണ പോലെ. ഏതെങ്കിലും നിങ്ങൾക്ക് പിടിച്ച ഒരു ഹോട്ടലിൽ വീട്ടിലുള്ളത് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടാവില്ല, വിലക്കുറവാ, നിത്യക്കോഴിക്ക് നിറയില്ല എന്ന് പറയുമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിട്ട് വലിയ ഒരു ജ്യൂസ് മേടിക്കുക. അതിലൊരു തണ്ടും എല്ലാം വെച്ചിട്ടുണ്ടാവും. അതിങ്ങനെ വെച്ച് കുടിക്കുമ്പോൾ അതിൽ എത്രത്തോളം രുചി തോന്നുമോ അതേമാതിരി നുണഞ്ഞ് നുണഞ്ഞ് ഇത് ചൊല്ലണം. അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ അശോഷ്യയേവച നിത്യഃ സർവഗതസ്ഥാണു അചലോയം സനാതനഃ. നീർപ്പോളം പിടിച്ച് കിടക്കുമ്പോൾ കൽക്കട്ടയിൽ ഞാൻ വായിച്ചു ഗീത എന്ന് നിങ്ങളോട് പറയുണ്ടായി. ആ സമയത്ത് എങ്ങനെയാ വായിച്ചത്? ഈ ശ്ലോകങ്ങളൊക്കെ അമൃത് 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 രസ തന്നുകൊണ്ടിരുന്നത്. ആ വായനയിൽ, ആ ചൊല്ലുന്നതിൽ, ആ കേൾക്കുന്നതിൽ. ഞങ്ങളുടെ ആശ്രമത്തിൽ ഒരാഴ്ച മുമ്പ് കോട്ടയത്ത് നിന്ന് പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു. സ്വാമിജി, ഞാൻ വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ മനസ്സ് നിൽക്കുകയില്ല. സ്വാമിജി പറഞ്ഞില്ലേ അത് കേട്ടുകൊണ്ട് വേണം ചൊല്ലാന്ന്. ഞാൻ ആ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് കേട്ട് ചൊല്ലാൻ തുടങ്ങി. മനസ്സിൻ്റെ ഓട്ടോ നിന്നു എന്നാ പറയുന്നത്. അതാണ് ഞാൻ പറയണത്, നുണഞ്ഞ് ചൊല്ലണമെന്ന്. ഇഷ്ടമുള്ളൊരു സാധനം ഉറിഞ്ചി കുടിക്കുന്നത് പോലെ, ഈമ്പി കഴിക്കുന്നത് പോലെ നിങ്ങൾ എന്തു വേണം? അങ്ങനെ ചൊല്ലി അത് കേട്ട് സന്തോഷമായിട്ട് ചൊല്ലണം. നമ്മുടെ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം പ്രതിദിനം ഭാഗവതം വായിക്കുന്നുണ്ടല്ലോ. നിഗമാനന്ദ സ്വാമികളാണത് വായിക്കുന്നത് കുറേ കാലമായിട്ട്. അദ്ദേഹം നന്നായിട്ട് വായിക്കും. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാളും ഉണ്ട്. അവർ രണ്ടുപേരും അസലായിട്ട് വായിക്കുന്നുണ്ട്. ഈ സംസ്കൃതം വായിക്കുമ്പോൾ നമ്മുടെ കേരളത്തുകാർക്കുള്ള ഒരു തകരാറ് എന്താണെന്ന് വെച്ചാൽ ആത്മാവ് പത്മം എന്നൊക്കെ പറയും. എഴുതുന്നത് അങ്ങനെയല്ല, ആത്മാ പത്മം എന്നൊക്കെയാണ്. അപ്പം അതൊരു വലിയ ഒരു അപഭ്രംശമാണ് നമുക്ക്. എഴുതുന്ന അക്ഷരം അതേപോലെ വായിക്കണം. അക്ഷരത്തിൻ്റെ ഉദ്ദേശം എന്താ? ഓരോ അക്ഷരത്തിനും അതിൻ്റേതായ ശബ്ദമുണ്ട്, സ്വരമുണ്ട്. ആ സ്വരവും ശബ്ദവും ചേർത്തിട്ട് വേണം അത് പറയാൻ. അപ്പം ആത്മാന്ന് എഴുതിയിട്ട് ആത്മാന്ന് പറയരുത്. പക്ഷേ നമ്മുടെ മലയാളികൾക്കുള്ള ഒരു തകരാറാണ്. എന്താ ഇപ്പം ചെയ്യുക? ചില തകരാറുകളൊക്കെ അങ്ങനെയുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ പറയും, അപൂർവം ചിലർ കേൾക്കും, അങ്ങനെ ആയിപ്പോയി എന്ന് പറയും. അച്ചടിക്കുന്നത് വരെ മറിച്ചാപ്പോൾ നമ്മുടെ ഭാഷയെ കുട്ടിച്ചോറാക്കുക എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ സമ്പ്രദായം. സംസ്കൃതം എഴുതുമ്പോൾ ആരാ നിങ്ങളോട് പറഞ്ഞത് ഇല്ല് ചേർത്ത് എഴുതാൻ, ആത്മാന്ന് എഴുതാൻ? വാൽമീകി എന്ന് പറയണം. അത് ചിലർ വാത്മീകി എന്നും പറയും. വൽമീകത്തിൽ ഉണ്ടായതിനാൽ വാൽമീകി എന്നാണ് പറയുക. വൽക്കലം എന്ന് പറയുന്നമായി. അപ്പോൾ ഈ നിഗമാനന്ദ സ്വാമിജിയൊക്കെ അത് നല്ലപോലെ വായിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ പറയാറുമുണ്ട്, വളരെ നന്നായിട്ട് വായിക്കും. അപ്പം ഞാൻ ഇത്തവണ പറഞ്ഞു, 12ാമത്തെ കൊല്ലമാണല്ലോ, ഇതിനു മുമ്പിലും ഒരിക്കൽ ഞാൻ വായിക്കുകയുണ്ടായി കുറച്ച്. അപ്പോൾ എനിക്ക് ഭാഗവതം ഒരു അധ്യായമെങ്കിലും ഒന്ന് ചൊല്ലണം, വായിക്കണം എന്നുണ്ട് എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ രീതിയിൽ, എൻ്റെ ഈണത്തിൽ അങ്ങനെ വായിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഭാഗവതം വായിക്കുന്ന വേറെ ഒരാൾ എന്നോട് പറയുക. ആരാ? അദ്ദേഹം വ്യാസതപോവനത്തിൽ താമസിക്കും, ബംഗളൂരുകാരനാണ്. ഗോവിന്ദൻ പറയുണ്ടായി, സ്വാമിജി ഇങ്ങനെ ഭാഗവതം വായിച്ചുല്ലോ, ആ ഭാഗവതം വായിക്കുമ്പോൾ അതിലിങ്ങനെ മുഴുകിയിട്ടാണ് വായിക്കണത് എന്ന്. അപ്പം ഭാഗവതം അവനവന് വേണ്ടി വായിക്കണം. അപ്പം അതിൽ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള വിനിയോഗം അവിടെ വേണം. അതാണ് പറയേണ്ടത്. നാഭിയിൽ നിന്ന് വരുന്നു ശബ്ദം. അത് വയറ്റിൻ്റെ മോൾഭാഗത്തിൽ പ്രസരിച്ച് നെഞ്ഞത്തിലും മാറിടത്തിലും ചെന്ന് അവസാനം കണ്ഠത്തിലെത്തി പിന്നെയാണ് അങ്ങോട്ട് പുറത്തിങ്ങനെ വരണത്.
ആ പുറത്തു വരുന്ന സമയത്തോ നാഭി, ഹൃത്, കണ്ഠ, രസന, നാസിക, ഓഷ്ടം, ഇത്രയൊക്കെ ഭാഗങ്ങളുണ്ട് അതിൽ പങ്ക്. അപ്പം നമുക്ക് ചുണ്ട് നല്ല പോലെ അനങ്ങണം, നാവ് നല്ല പോലെ അനങ്ങണം, പല്ലിലും തൊണ്ണിലും ഒക്കെ തട്ടണം, കണ്ഠത്തിൽ നിന്ന് പുറത്തു വരണം, നാഭിയിൽ നിന്ന് തുടങ്ങണം. ഇവിടെയുള്ളതൊക്കെ അപ്രത്യക്ഷമാണ്. കണ്ഠത്തിൽ നിന്നുള്ള ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ. അപ്പം ശബ്ദം എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമാണ്. അത് എവിടുന്നാ വരണത് എന്ന് ചോദിച്ചാൽ മൂലാധാരം എന്നൊക്കെ പറയും. നമ്മുടെ സ്പൈനൽ കോളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. അവിടെ നമുക്കത് ചലിക്കണത് അറിയാൻ പറ്റില്ല. അടിവയറിന് അവിടെ എത്തുമ്പോഴാണ് സംസാരിക്കുമ്പോൾ കുറച്ച് പുറത്തേക്ക് പോലും അകത്തേക്ക് വരലും വീർക്കലും ചുങ്ങലും ഒക്കെ ഉണ്ടാവുക. അവിടുന്ന് അങ്ങടെ അത് ദൃശ്യമാവുള്ളൂ. അപ്പം അതിസൂക്ഷ്മമാണ്. പരാപശ്യന്തി വൈഖരി എന്നൊക്കെ പേര് പറയുന്നുണ്ട്. ഇതൊക്കെ ശ്രീമദ് ഭാഗവതം പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടും വിവരിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ശബ്ദം ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഭാഗവതമോ സ്തോത്രങ്ങളോ ഭഗവത്ഗീതയോ വായിക്കുന്നത്. അപ്പം ആ വായിക്കുന്നത് കേട്ടുകൊണ്ട് കേട്ടുകൊണ്ട് നുണഞ്ഞുകൊണ്ട് ആ ചോഷ്യം എന്ന് പറയുന്ന ഭക്ഷണ പദാർത്ഥം ഉണ്ടല്ലോ, ഇങ്ങനെ നക്കി നക്കി ഉറിഞ്ചി കുടിക്കണത്. കൊക്കോ കോലയൊക്കെ അങ്ങനെ പെട്ടതാണ്. അതിലൊരു സ്ട്രോ ഇറക്കി വെച്ച് കുടിക്കുമ്പോൾ കൂടുതലായി. അങ്ങനെയല്ല വേണ്ടത്. ഇങ്ങനെ തട്ടിയിട്ട് നാവിൻ്റെ തുമ്പിലൊക്കെ തട്ടിയിട്ട് വരുമ്പോഴാണ് രസം അതിന് കൂടുതൽ. അത് സ്ട്രോ വയ്ക്കുമ്പോൾ പകുതി രസം അതിൻ്റെ പോവും. അപ്പം അങ്ങനെ കുടിക്കുമ്പോൾ എങ്ങനെ നുണഞ്ഞ് നുകർന്ന് ഇങ്ങനെ രസിക്കുമല്ലോ, അതേമാതിരി ഇത് ചൊല്ലണം. അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ ശോഷ്യയേവച നിത്യഃ സർവഗതസ്ഥാണു അചലോയം സനാതനഃ. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും പെട്ടെന്ന് വേറെ ഒരു ശ്ലോകം പറയണ്ട. അചലോയം സനാതനഃ സനാതനഃ അചലോയം സനാതനഃ സനാതനഃ അചലോയം സനാതനഃ. അവനവനെ ഉപദേശിക്കുന്നത് പോലെ പറയണം. ആരോ ഒരാൾ നമ്മളെ വായിച്ച് കേൾപ്പിക്കുന്നത് പോലെ വേണം നമ്മൾ പറഞ്ഞ് നമ്മുടെ ചെവി കേൾക്കാൻ. ആ പറയുന്നതിൻ്റെ മഹത്വം കൊണ്ടാണ് പരീക്ഷത്തിന് 6 ദിവസം കഴിയുമ്പോഴേക്കും പറഞ്ഞതൊക്കെ മനസ്സിലായി. ഇതാ ബ്രഹ്മനിർവാണത്തിലേക്ക് പോണു, ഞാനതിൽ മുങ്ങാൻ പോണു എന്ന് പറഞ്ഞ് മുങ്ങിയത് തക്ഷകൻ വന്ന് കടിക്കുന്നതിന് മുൻപ്. നിങ്ങൾ ഒരൊറ്റ ആൾ വിചാരിക്കരുത് ഇത് കെട്ടുകഥയാണെന്ന്. കെട്ടുകഥയല്ല, സജീവമായിരിക്കുന്ന ചരിത്രമാണിത്. ഇന്നും അതേപോലെ ഒരു പരീക്ഷത്തിന്, അതേപോലെ ഒരു ശുഗൻ പറയാൻ സാധിക്കുന്നതും പറഞ്ഞാൽ അതേ ഫലമുണ്ടാകുന്നതുമാണ്. 6 ദിവസം തുടർച്ചയായിട്ട് അധ്യാത്മ തത്വകഥനം ഒരാൾ കേട്ടുകൊണ്ടിരുന്നാൽ ആ കേൾക്കുന്ന വാക്കുകളൊക്കെ എവിടേക്കാ പോണത്? കാറ്റിലേക്കല്ല. പരീക്ഷത്തിൻ്റെ കാതിലൂടെ കണ്ണിലൂടെ പരീക്ഷത്തിൻ്റെ ഉൾത്തലത്തിലേക്കാണ് പോണത്. 1,00,000 ശബ്ദങ്ങൾ അവിടെ ആശയരൂപത്തിൽ ചെന്ന് മനസ്സിൽ സ്ഥാനം പിടിച്ചാൽ ആ സ്ഥാനം പിടിക്കുന്നതോടുകൂടി അതുവരെ കേട്ടതും ഗ്രഹിച്ചതുമൊക്കെ പമ്പ കിടക്കും. ഒരു 25 ലിറ്റർ ചളിവെള്ളം ഉണ്ട് ഒരു ടാങ്കിൽ. ആ വെള്ളത്തിന് നിങ്ങൾ ശരിക്കൊന്നും വേണ്ട, അതിൽ നല്ല വെള്ളം കൊണ്ടുവന്ന് അങ്ങോട്ട് ഒഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കൂ. 6 ദിവസം നിങ്ങൾ അതിൽ നല്ല വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നാൽ ആ ചളിവെള്ളം പിന്നെ അവിടെ ഉണ്ടാവുമോ? നല്ല വെള്ളം ഒഴിക്കുമ്പോൾ തന്നെത്താനെ ആ പാത്രം നിറഞ്ഞ് ഒഴുകി പോവും. മിണ്ടരുത്, നിർത്തരുത്, ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കൂ. 6 ദിവസം എന്ന് പറഞ്ഞാൽ എത്രയായി? 6 4 24, 6 2 12, 2 14, 144 മണിക്കൂർ നിങ്ങൾ അങ്ങോട്ട് ഒഴിച്ചാൽ അവിടെ പിന്നെ പഴയ ചളിവെള്ളം ഉണ്ടാവുമോ? അതേപോലെയുള്ള ഒരു വ്യത്യാസവും പരിണാമവുമാണ് മനസ്സിലും ഉണ്ടാവുന്നത്. പരീക്ഷിത്ത് അവിടെ ഇരിപ്പിലിരുന്നു, ഭക്ഷണവും കഴിക്കുന്നില്ല, വെള്ളവും കുടിക്കുന്നില്ല. പിന്നെ ശ്രദ്ധയ്ക്ക് വല്ലതും ഉണ്ടോ? ആ വിശപ്പ് മുഴുവനും ഈ കേട്ടത് കൊണ്ട് മാറി. ദാഹം മുഴുവനും ഇല്ലാതെയായി. ഒരാച്ചിലും ഇല്ല, ഒരു ഉലച്ചിലും ഇല്ല, ഒരാവലാതിയില്ല, ഒരു സംഘർഷവും ഇല്ല, ഒന്നുമില്ല. കേട്ട് അതിൽ സംശയം തോന്നുന്നതൊക്കെ ചോദിച്ച് അതിന് നിവാരണമുണ്ടാക്കി. വെറും കഥനം മാത്രം അല്ല പ്രവക്താവിൻ്റെ, ആ കഥനത്തിൻ്റെ കൂടെ ശ്രവണവും ആ ശ്രോതാവിൻ്റെ 2 പേരുടെയും ഒരു പങ്കാളിത്വമായിരുന്നു ആ കഥനവും ശ്രവണവും. അങ്ങനെ 2 പേരും പങ്കാളികളായി. എത്രത്തോളം ശുഗമുനി പറഞ്ഞോ അത്രത്തോളം പരീക്ഷിത്ത് കേട്ട് ഗ്രഹിക്കുന്ന മനസ്ഥലത്തിൽ ഈ 1,00,000 ശബ്ദങ്ങളും സ്ഥാനം പിടിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആൾ മുക്തനാവില്ലേ കൂട്ടരെ? നിങ്ങളൊന്ന് പറയൂ. ആവില്ല? ഇപ്പം പറയണ എന്നോട്. 1,00,000 ശബ്ദങ്ങളാണ് കേട്ടിരിക്കുന്ന പദങ്ങൾ. അത് മുഴുവനും അധ്യാത്മമാണ്, അത് മുഴുവനും ഭക്തി നിർഭരമാണ്.
ഓരോന്നിലും മിന്നിത്തിളങ്ങുന്നത് പരമാത്മാവായ പരമേശ്വരൻ ഭഗവാനാണ്. അഖില ലോക ബ്രഹ്മാണ്ടത്തിൻ്റെ അധിപൻ, പരമകല്യാണ നിധി, ജഗദേക ബന്ധു. ആ ശബ്ദമാണ് ഈ കേട്ടത് മുഴുവനും. അപ്പം അതുപോലെ ആവാണ്ടിരിക്കുമോ? അങ്ങനെ രുചിച്ച് വേണം ഇത് ചൊല്ലാൻ. നിത്യ സർവഗതസ്ഥാണു അചലോയം സനാതന. കൃഷ്ണന് തൃപ്തിയായില്ല. സാഖ്യതത്വം പരമാത്മാവിന് വിവരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പിന്നെയും പറയാണ്, അവ്യക്തോയമചിന്യോയം അവികാര്യോയമുച്യതേ തസ്മാത് ഏവം വിദിത്വൈനം നാനുശോചിതുമർഹസി. നോക്കൂ, എത്ര ഭംഗിയായിട്ടാണ് കൃഷ്ണൻ അവതരിപ്പിക്കുന്നത്. ഞാൻ ഈ പറയുന്നത് ദാർശനികമാണെങ്കിലും എൻ്റെ ദാർശനികം വെറും ബുദ്ധിവിനോദത്തിന് പറയല്ല അർജുന. ഈ പറയുന്നത് മുഴുവനും നിന്റെ മനസ്സിൻ്റെ ഉള്ളിൽ ചുട്ടുനീറ്റിക്കൊണ്ടിരുന്ന ദുഃഖമുണ്ടെന്ന് എന്നോട് പറഞ്ഞില്ലേ? അതിനെ തണുപ്പിച്ചാലേ എനിക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ആ മനസ്സ് തണുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. നാനുശോചിതുമർഹസി. ശോചം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിൽ നിന്ന് ഒരു കാലത്തും നിർഗളിക്കരുത്. അരുത്. നമ്മളിവിടെ ശോചിക്കാൻ വേണ്ടി ജനിച്ചവരല്ല, സുഖിക്കാൻ വേണ്ടി ജനിച്ചവരാണ്. എവിടുന്നാ ഈ ദുഃഖമുണ്ടാവുന്നത്? ആവശ്യം കൊണ്ട്, ആഗ്രഹം കൊണ്ട്. പിന്നെ എവിടുന്നാ ഉണ്ടാവുന്നത്? ഇഷ്ടക്കേട് കൊണ്ട്, നീരസം കൊണ്ട്, വെറുപ്പ് കൊണ്ട്. എനിക്കിത് പിടിക്കില്ല, വന്നു ദുഃഖം. എനിക്കിത് പിടിക്കും, അതുകൊണ്ട് വേണം, അപ്പോഴും വന്നു ദുഃഖം. എവിടെ ആഗ്രഹമുണ്ടോ ആ ആഗ്രഹ പൂരണത്തിന് വേണ്ടിയ പ്രയത്നമായി. അത് കയ്യിൽ കിട്ടുന്നത് വരെ വിശ്രമമില്ല. വെറുപ്പ് തോന്നിയാലോ വെറുക്കുന്ന സാധനം അകലണം, അല്ലെങ്കിൽ നാം അകലണം എന്നുള്ള തോന്നലായി. അങ്ങനെ ഇച്ഛാദ്വേഷങ്ങൾ കൊണ്ടാണ് ദുഃഖം. ഇച്ഛാദ്വേഷങ്ങൾ കൊണ്ടാണ് ദുഃഖം. ഈ ഇച്ഛാദ്വേഷങ്ങളോ ജനിക്കുന്ന സമയത്ത് നമ്മളെ പിടിപെടുന്ന വ്യാമോഹമാണ്. അതാണ് കൃഷ്ണൻ ഗീതയിൽ ഇനിയൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഇച്ഛാദ്വേഷ സമുത്ഥേന ദ്വന്ദ്വമോഹേന ഭാരത സർവഭൂതാനി സമ്മോഹം സർഗേ യാന്തി പരന്തപ. സൃഷ്ടിക്കുന്ന കാലത്ത് അപ്പം തന്നെ പിടിച്ചുകൂടുന്നതാണത്രേ ജീവരാശികളെ മുഴുവനും. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ വന്നു ഇച്ഛാദ്വേഷം. ആ കുട്ടിയുടെ നാവിൽ കയ്പുള്ളത് എന്തെങ്കിലും വെച്ച് നോക്കൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, അറിയാതെ. മധുരം വെച്ചാലോ അവിടുന്ന് തുടങ്ങി ഇച്ഛാദ്വേഷങ്ങൾ. അർജുനന്റെ ദുഃഖം അർജുനന്റെ മനസ്സുണ്ടാക്കുന്നതാണ്. ഭീഷ്മനും ദ്രോണനുമാണല്ലോ ദുഃഖഹേതു. അവരുടെ മുഖമൊന്ന് നോക്കൂ. അവർ കരയുന്നുണ്ടോ? പരിഭ്രമമുണ്ടോ? സംശയമുണ്ടോ? ഒന്നുമില്ല. എന്നാലോ അവരെ നോക്കുന്ന ഒരർജുനൻ, ആ അർജുനന്റെ കൂടെ തേര് തെളിച്ച് ഞാനും ഉണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഭീഷ്മൻ, ഒരു ഭാഗത്ത് ദ്രോണൻ, ഇപ്പുറത്ത് അർജുന നീ, പിന്നെ ഞാൻ. ഈ നാലാളിൽ മിസ്റ്റർ അർജുനന് മാത്രമേ ഇവിടെ ദുഃഖമുള്ളൂ. കൃഷ്ണനുമില്ല, ഭീഷ്മനുമില്ല, ദ്രോണനുമില്ല. നമ്മളെല്ലാം വന്നിരിക്കുന്നത് ഒരു യുദ്ധത്തിലാണ്, അതിൽ പങ്കെടുക്കാനാണ്. ഒരേ ചുറ്റുപാട്, ഒരേ പ്രവൃത്തി, ഒരേ സംരംഭം. ആ സംരംഭത്തിൽ നിന്ന് വരാൻ പോകുന്ന പരിണത ഫലം എല്ലാവർക്കും തുല്യം. അതിൽ നാലാളിൽ ഒരുത്തൻ ഒറ്റയ്ക്ക് ദുഃഖിക്കുന്നു, ബാക്കി 3 പേർക്ക് ഒരു കൂസലുമില്ല. അതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? നിന്റെ ദുഃഖം ശരിയോ തെറ്റോ? അർജുനന് സമ്മതിക്കേണ്ടി വരും തെറ്റാണെന്ന്. ഇങ്ങനെയാണ് ദുഃഖിക്കുന്ന മനസ്സിനെ തത്വവിചാരത്തിന് വിധേയമാക്കി ബുദ്ധിയുടെ മുൻപിൽ അതിൻ്റെ സ്വഭാവവും തലയിലെഴുത്തും മാറ്റുന്നത്. അവ്യക്തോയമചിന്യോയം അവികാര്യോയമുച്യതേ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി. ഒരിക്കലും നീ ഇങ്ങനെ ദുഃഖിക്കാൻ അർഹപ്പെടുന്നില്ല. അതിനുള്ള സ്ഥാനമോ അവകാശമോ സമ്മർദ്ദമോ ഹേതുവോ ഞാൻ കാണുന്നില്ല. എന്താ കാരണം? എല്ലാം കൂടി എല്ലാവരുടെ ശരീരത്തിലും ഉള്ളത് ഒരൊറ്റ ആത്മാവാണ്, ഒരു ജീവചൈതന്യമാണ്. ആ ജീവചൈതന്യം എങ്ങനത്തതാ? അവ്യക്തോയമചിന്യോയം. അത് അവ്യക്തമാണ്. നമ്മുടെ ശരീരമടക്കം ലോകവസ്തുക്കളെല്ലാം വ്യക്തമാണ്. വ്യക്തം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഇന്ദ്രിയങ്ങളുടെ മുൻപിൽ സ്പഷ്ടം തെളിഞ്ഞു കാണുന്നത്. നമുക്ക് 5 ഇന്ദ്രിയങ്ങളാണല്ലോ, കണ്ണ്, മൂക്ക്, ചെവി, നാവ്, ത്വക്ക്. അതിൻ്റെ മുൻപിൽ ശബ്ദ, സ്പർശ, രസരൂപ, ഗന്ധങ്ങളായി
വ്യക്തമായി സ്പഷ്ടമായി സംശയമില്ലാതെ. ഇപ്പം ഞാനിങ്ങനെ സംശയിക്കുന്നു, നിങ്ങൾ ബഹുദശലക്ഷങ്ങളാണ് കേൾക്കുന്നത്. എല്ലാവരും ഒരു സ്വാമി, ഒരു ഭൂമാനന്ദൻ പറയണത് കേൾക്കുന്നുണ്ട്. എല്ലാവരും പറയണം ഭൂമാനന്ദൻ പറയണു, സംസാരിക്കണു, കേൾക്കണമെന്ന്. ശബ്ദങ്ങളൊക്കെ സമാന്തരമായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ സ്പഷ്ടതയല്ലേ? നേരെ മറിച്ച് നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നത് സ്പഷ്ടമാണോ? അതിൽ ഏകരൂപത സാധ്യമാണോ? അല്ല. എല്ലാവരും ഒരുപോലെ കേൾക്കുന്നു, ഒരേ ശബ്ദം. അപ്പൊ ഇത് വളരെ വ്യക്തമാണ്, അസന്ദിഗ്ധമാണ്, സംശയമില്ല അവിടെ. അതേപോലെ വ്യക്തമല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആ ഉൾസാന്നിധ്യം, ആ അന്തശ്ചേതനയുണ്ടല്ലോ, അത് വ്യക്തമല്ല. അവ്യക്തോയം അചിന്യോയം. അങ്ങനെ അവ്യക്തമായിട്ടുള്ളത് എത്രയുണ്ട്? ഒന്നേ ഉള്ളൂ. അതെവിടെയാ? ശരീരത്തിൻ്റെ ഉള്ളിൽ. അതാണ് അയം അയം ഈ എന്ന് പറയുന്ന ആ സർവനാമം കൊണ്ട്, വിശേഷണം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ആ എന്നല്ല പറയുന്നത്. അയം, ഇത് എന്ന് പറയുമ്പോൾ നമ്മളെ ഏറ്റവും അടുത്തുള്ളത്, ശരീരത്തിനേക്കാൾ സമീപസ്ഥം, മനസ്സിനേക്കാൾ അടുത്ത്, ബുദ്ധിയേക്കാൾ അടുത്ത്, അഹങ്കാരത്തേക്കാൾ അടുത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടല്ലോ അവ്യക്തോയം. അത് അവ്യക്തമാണ്. അവ്യക്തം എന്ന് പറയുമ്പോൾ 5 ഭൂതങ്ങളിൽ 4 എണ്ണം വ്യക്തമാണ്. എന്നാൽ ആകാശമോ അവ്യക്തമാണ്. അപ്പൊ ഈ പറയുന്നത് ആകാശമായിക്കൂടെ എന്ന് ചോദിച്ചാൽ അല്ല. ആത്മാ എങ്ങനെ അവ്യക്തമോ അതേപോലെ ആകാശവും പഞ്ചഭൂതങ്ങളിൽപ്പെട്ടത് അതിസൂക്ഷ്മമാണ്, അവ്യക്തമാണ്. ആകാശത്തിനെ പറ്റിയിട്ടുള്ള വ്യവസ്ഥ എന്താ? ആകാശം എന്നൊന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുകയില്ല. എങ്ങനെയാണെങ്കിൽ വസ്തുക്കളില്ലെങ്കിൽ. ഇപ്പൊ സൂര്യൻ ഒരു ഭാഗത്ത് മിന്നുന്നു, ചന്ദ്രൻ ഒരു ഭാഗത്ത് മിന്നുന്നു, അനവധി നക്ഷത്രങ്ങൾ ഇവിടെ അവിടെയായിട്ട് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുക. അപ്പൊ അനവധി വസ്തുക്കൾ ഉള്ളപ്പോൾ ആ വസ്തുക്കളുടെ ഇടയിലെ ഒരു സ്ഥലമുണ്ട്, വസ്തുക്കളുടെ പുറത്തും ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഓബ്ജക്ട്സ് ഉണ്ടെങ്കിലേ സ്പേസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ കാണുന്ന ഗോളങ്ങളെ മുഴുവനും നമ്മൾ എടുത്തങ്ങോട്ട് മാറ്റിയെന്നുണ്ടെങ്കിൽ ആകാശം എന്നൊന്നും ഉണ്ടെന്ന് പോലും നമുക്ക് പറയാനോ ഗ്രഹിക്കാനോ ഊഹിക്കാനോ പറ്റില്ല. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആകാശത്തിൻ്റെ നിൽപ്പ് വസ്തുക്കളിൽ അപേക്ഷിതമാണ്, സാപേക്ഷികമാണ് ആകാശം. അതുമാതിരി വസ്തുക്കൾ ഉണ്ടെങ്കിലേ പരിണമിക്കുള്ളൂ. പരിണമിക്കുന്ന സമയത്താണ് സമയം എന്ന് പറഞ്ഞ് ഒരു മെഷർ, ഒരളവ് നാം ഉണ്ടാക്കുന്നത്. നമ്മുടെ സമയത്തിന് നിദാനം എന്താ? ഭൂമിക്ക് 2 തരത്തിലുള്ള ഭ്രമണമാണ്. ഒരു ഭ്രമണം തൻ്റെ അച്ചുതണ്ടിൽ കിടന്ന് ഭ്രമിക്കുക, ചുറ്റുകയാണ്. അങ്ങനെ ചുറ്റുമ്പോൾ ഒരു ചുറ്റൽ മുഴുവനാവാൻ ഉള്ള സമയമാണ് ഒരു ദിവസം. ആ ദിവസത്തിൻ്റെ പെരുക്കങ്ങളാണ് പിന്നെ മുഴുവനും. ഒരാഴ്ച, ഒരു പക്ഷം, ഒരു മാസം, ഒരു വർഷം, ദശവർഷം, അത് കഴിഞ്ഞാൽ ശതാബ്ദം, സഹസ്രാബ്ദം. ഇതൊക്കെ ദിവസത്തിൻ്റെ പുറപ്പാടാ. ദിവസമോ ഭൂമി കിടന്നിങ്ങനെ ചുറ്റിത്തിരിയുന്നത്. ഭൂമിയില്ല, ചുറ്റിത്തിരിച്ചലും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ദിവസം ഉണ്ടാവുമോ? അപ്പൊ സമയം എന്ന് പറയുന്നതും സാപേക്ഷികമാണ് വസ്തുക്കളിൽ. ആകാശവും സാപേക്ഷികമാണ്. അങ്ങനെ വസ്തു, ആകാശം, സമയം എന്ന് പറയുന്ന 3 ഘടകങ്ങളാണ് ഈ പ്രപഞ്ചത്തിൻ്റെ 3 തൂണുകൾ സൃഷ്ടിയുടെ. അത് 3ഉം സാപേക്ഷികമാണ്. അപ്പൊ സാപേക്ഷികമായ ഈ 3 ഉണ്ടാക്കിയതും നിലനിർത്തുന്നതും അവ ആവില്ലല്ലോ. അവ സാപേക്ഷികങ്ങളല്ലേ, സ്വതന്ത്രമല്ലല്ലോ. ആകാശം വസ്തുവിൽ അപേക്ഷിതമാണ്, സമയം വസ്തുക്കളിൽ അപേക്ഷിതമാണ്. വസ്തുക്കൾ ഉണ്ടായത് ഒരു പ്രത്യേക സമയത്ത് എന്ന് പറയും. അപ്പൊ ഈ 3 എണ്ണവും സാപേക്ഷികമായതുകൊണ്ട് ഈ 3 എണ്ണത്തിനെയും പിടിച്ചു നിർത്തി ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ 4മത്തൊരെണ്ണം സ്വതന്ത്രമായിട്ട് വേണം, അപേക്ഷയില്ലാതെ, ആപേക്ഷിതത്വമില്ലാതെ. ആ 4മത്തെ ഘടകത്തെയാണ് ഭഗവാൻ, ഈശ്വരൻ, ആത്മാ, പരബ്രഹ്മം എന്ന് പറയുന്നത്. അതവിടെ ഇരിക്കട്ടെ. ഇവിടെ എനിക്ക് പറയാനുള്ളത്, അവ്യക്തം എന്ന് പറഞ്ഞാൽ ആകാശവും അവ്യക്തമാണ്. അപ്പൊ അവ്യക്തോയം എന്ന് പറഞ്ഞ് നിർത്തണില്ല കൃഷ്ണൻ. പിന്നെ എന്ത് പറയണു? അചിന്യോയം എന്ന് കൂടി ചേർക്കണു. ആ അചിന്യ ശബ്ദം ഉപയോഗിച്ചത് കൊണ്ട് മനസ്സിലാക്കണം എന്ത്? അചിന്യോയം അത് ആകാശത്തിനെ അല്ല പരാമർശിക്കുന്നത്. നമുക്ക് മനസ്സെന്നൊന്നുണ്ടല്ലോ, ആ മനസ്സ് ശരീരത്തിൻ്റെ ഉള്ളിലാണ്. മനസ്സിൻ്റെ പ്രക്രിയയാണ് ചിന്തനം, ചിന്ത, വിചിന്തനം.
അങ്ങനെ ചിന്തിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതുമല്ല. ആകാശത്തിനെ കുറിച്ച് നമുക്ക് ചിന്തിച്ച് കണ്ടുപിടിക്കാം. ഈ വസ്തുക്കളൊക്കെ എവിടെയാണ് നിലനിൽക്കുന്നത്? രണ്ട് വസ്തുക്കളുടെയും ഇടയിലെന്താ? സ്ഥലമുണ്ട്, പുറത്തുമുണ്ട് ഒരു സ്ഥലം. അപ്പൊ ആകാശം എന്ന് പറയുന്ന ഒരു കോശത്തിലാകണം വസ്തുക്കൾ എന്ന് പറഞ്ഞ് കണ്ണുകൊണ്ട് കണ്ട എല്ലാവരും തീരുമാനിക്കും ആകാശമുണ്ടെന്ന്. അതുപോലെ കണ്ടുപിടിക്കാൻ ഇതിനെ പറ്റുമോ? എന്താ കാരണം? എല്ലാറ്റിനെയും കുറിച്ച് ചിന്തിക്കുന്നതും നിരൂപിക്കുന്നതും ആലോചിക്കുന്നതും ഊഹാപോഹം നടത്തുന്നതും നമ്മുടെ മനസ്സും ബുദ്ധിയുമാണ്. ആ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും പ്രവർത്തനം കൊണ്ട് ഇത് കിട്ടാൻ പോണില്ല. എന്താ കാരണം? ഈ മനസ്സും ബുദ്ധിയും കൂടി ചിന്തിക്കാതെയും ആലോചിക്കാതെയും ഇരിക്കുമ്പോഴാണ് ആത്മപ്രകാശം വെളിവാകുന്നത്. യഥാ പഞ്ചാവതിഷ്ഠന്തേ ജ്ഞാനാനി മനസാ സഹ ബുദ്ധിശ്ചന വിചേഷ്ടതി താമാഹുഃ പരമാം ഗതിം. യമധർമ്മരാജാവ് നചികേതസിനോട് പറയുന്നതാണ് കഠോപനിഷത്ത്. യഥാ പഞ്ചാവതിഷ്ഠന്തേ, എപ്പോഴാണോ 5 ഇന്ദ്രിയങ്ങൾ അവയുടെ പ്രവൃത്തികൾ ചെയ്യാതെ യഥാസ്ഥാനത്ത് മിണ്ടാതെ ഇരിക്കുന്നത്, കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും നാവ് സംസാരിക്കാതെയും രുചിക്കാതെയും മൂക്ക് മണക്കാതെയും ത്വക്ക് സ്പർശിക്കാതെയും യഥാസ്ഥാനങ്ങളിൽ വ്യവഹാരങ്ങളോ സമ്പർക്കങ്ങളോ ഇല്ലാതെ നിശ്ചലമായി നിഷ്ക്രിയമായി നിൽക്കുന്നത്, ജ്ഞാനാനി മനസാസഹ. ആ ജ്ഞാനാനി 5 ഇന്ദ്രിയങ്ങൾ മനസാസഹ, മനസ്സും അതുപോലെ നിശ്ചലമാവണം. ബുദ്ധിശ്ചന വിചേഷ്ടതി, ബുദ്ധിയിലും ആലോചനാരൂപത്തിലുള്ള സ്പന്ദനമോ ഇളക്കമോ ഉണ്ടാവരുത്. അങ്ങനെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും പൂർണ്ണമായി നിശ്ചലമായാൽ, ഇന്ദ്രിയങ്ങൾ ദേഹതലത്തിലും മനസ്സും ബുദ്ധിയും അന്തസ്ഥലത്തിലും നിശ്ചലമായാൽ താമാഹു പരമാം ഗതിം. അതാണ് അങ്ങേ അറ്റത്തെ നില, നേട്ടം, സ്ഥിതി, ആത്മസ്ഥിതി, ബ്രഹ്മസ്ഥിതി, ഭഗവത് സ്ഥിതി, ഭഗവത് സാക്ഷാത്കാരം. എന്താ ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ആകാശത്തിനെ കണ്ടുപിടിക്കാൻ ഇങ്ങനെ മിണ്ടാതിരിക്കുകയല്ല വേണ്ടത്, ആലോചിക്കുക വേണ്ടത്. അപ്പം മനസ്സിൻ്റെ വ്യാപാരം കൊണ്ട് ചിന്തിച്ചു നോക്കിയാൽ ആകാശത്തിനെ കണ്ടുപിടിക്കാം. ആത്മാവിനെയോ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അവികാര്യോയമുച്യതേ. ഈ പഞ്ചഭൂതങ്ങൾക്കൊക്കെ വികാരമുണ്ട്, ആകാശത്തിനുമുണ്ട് വികാരം. ബാക്കി 4 ഭൂതങ്ങൾ ഇല്ലാതെയായാൽ ആകാശത്തിൻ്റെ പ്രസക്തിയും പോവും. എന്നാൽ അതുപോലെ ഇല്ലാതെയാകുന്നതോ മാറുന്നതോ ആണോ ഈ അന്തശ്ചേതന ഉൾസാന്നിധ്യം? അവികാര്യോയമുച്യതേ. ഇതിന് ഒരു തരത്തിലുള്ള വികാരവുമില്ല. വികാരം എന്ന് പറഞ്ഞാൽ പ്രകാരഭേദം, അതില്ല. അതെന്താ കൃഷ്ണൻ പറയണത്? ഉച്യതേ എന്നാണ്. തത്വജ്ഞാനികളും എല്ലാവരും പറയുന്നു, അങ്ങനെ പറയപ്പെടുന്നു എന്നാണ്. കൃഷ്ണൻ അവകാശപ്പെടുന്നില്ല ഇത് ഞാൻ നിന്നെ നിർബന്ധിക്കാൻ വേണ്ടി കെട്ടുകഥയായി ചമച്ച് കൺകോക്ട് ചെയ്ത് പറയുന്നതല്ല. നേരെ മറിച്ചോ, അറിവുള്ളവർ പഴയ കാലം മുതൽക്ക് കണ്ടുപിടിച്ച് നമ്മുടെ രാജ്യത്തിൽ വേദോപനിഷത്തുകളായി ഇതിഹാസ പുരാണങ്ങളായി നിലനിൽക്കുന്നതാണിത്. അവികാര്യോയമുച്യതേ തസ്മാദേവം വിദിത്വൈനം. അതുകൊണ്ട് ഏവം വിദിത്വൈനം, നിന്റെ തന്നെ ഉള്ളിലിരിക്കുന്ന ആത്മസാന്നിധ്യത്തെ ഇതേ പ്രകാരമാണെന്ന് മനസ്സിലാക്കി ഗ്രഹിച്ച് ആലോചിച്ച് ആശയത്തെളിച്ചത്തോടുകൂടി നാനുശോചിതുമർഹസി. നീ ഇപ്പൊ കരഞ്ഞുകൊണ്ട് തുടങ്ങിയല്ലോ. അശ്രുപൂർണ ആകുലേക്ഷണം ആയിരുന്നില്ലേ നില? ആ നില വിട്ട് ഇങ്ങനെ ദുഃഖിക്കരുത്. നീ ഇവിടെ വന്നത് യുദ്ധം ചെയ്യാനാണ്. ഇവിടെ വന്നിട്ടുള്ള ഓരോ പടയാളിയും തൻ്റെ സ്വന്തം ഇച്ഛയാലാണ് വന്നിരിക്കുന്നത്. അമ്പും വില്ലും വെച്ച് താഴത്ത് വെച്ച് പുറത്തു പോകാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. അത് പ്രയോഗിക്കാൻ ഒരു അവസരം കാത്താണ് വന്നിരിക്കുന്നത്. ഒരേ ദിവസം ഓരോ വ്യൂഹമാണ് അവർ ചമയ്ക്കാൻ പോകുന്നത്. ശത്രുസേനയെ കണ്ട് ഒരേ ദിവസവും കൊന്നൊടുക്കണം എന്നുള്ള വിചാരമാണ്. ഈ പടക്കളത്തിൽ ഈ വന്നവരൊന്നും അവശേഷിക്കരുത്. അപ്പോഴേ യുദ്ധം സാർത്ഥകമായുള്ളൂ, സഫലമായുള്ളൂ. അങ്ങനെയുള്ള ഒരു പടയാളിയും ഒരു പടയും അതിനെക്കുറിച്ച് ദുഃഖത്തിനാണോ സ്ഥാനം, അതോ വീരധീരം പൊരുതുന്നതിനാണോ സ്ഥാനം? ചോദിക്കുന്നത് യുദ്ധത്തിനെ പറ്റി, അവതരിപ്പിക്കുന്നതോ ആത്മസിദ്ധാന്തം. അപ്പൊ ഈ ആത്മസിദ്ധാന്തത്തിന് പ്രാവർത്തിക ജീവിതത്തിൽ, പ്രവർത്തന മണ്ഡലത്തിൽ, ക്രിയാമണ്ഡലത്തിൽ, കർമ്മമേഖലയിൽ എത്ര പൂർണ്ണമായ പ്രസക്തി ഉണ്ടെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം.
നമ്മുടെ വേദാന്തം വയസ്സായവർക്കും രുദ്രാക്ഷമാല ധരിച്ച് തലമൊട്ടയടിച്ച് ഓടി നടക്കുന്ന ഭിക്ഷാന്തേഹികൾക്കുമാണ് എന്നുള്ളൊരു വിചാരം നിങ്ങളുടെ മനസ്സിലുണ്ടാവരുത്. ഭിക്ഷാന്തേഹികളെ ഉള്ളൂ എന്ന് പറയാൻ. ഞങ്ങൾ ഭിക്ഷാന്തേഹികളായത് എന്തിൻ്റെ വെളിച്ചത്തിലാ, എന്തിൻ്റെ ധൈര്യത്തിലാ? ആത്മധൈര്യത്തിലാ. ഞങ്ങൾ ഒരു സ്ഥാനവും മാനവും കേൾക്കാൻ പോണില്ല. എന്നാലും വായ എവിടെ തുറന്ന് സംസാരിച്ചോ ബഹുശതം ജനങ്ങൾ വന്ന് കേൾക്കും. നമ്മുടെ TV ചാനലിൽ എന്തൊക്കെയാ നടക്കണത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ TV ചാനലുകാർ തന്നെ ആവശ്യപ്പെടുന്നു, എന്ത്? ഞങ്ങൾക്ക് 2 മണിക്കൂർ 3 മണിക്കൂർ 6 മണിക്കൂർ വരെ ഈശ്വര സംബന്ധവും മതസംബന്ധവും അധ്യാത്മവുമായിട്ടുള്ള കാര്യങ്ങൾ പ്രോഗ്രാം വേണമെന്ന് അവർ മനസ്സിലാക്കി തുടങ്ങി. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ചില ചാനലുകളുണ്ട്, അത് അധ്യാത്മ ചാനൽ മാത്രമാണ്, വേറെ ഒന്നും അവർ കാണിക്കുന്നില്ല. എന്താ സമാധാനം? അതുകൊണ്ടേ ഉള്ളൂ. ഞാൻ ഒരു കാർത്തിക ദീപം എന്നൊരു ദീപം ഈ പാണ്ഡവഗിരി ദേവീക്ഷേത്രത്തിൽ വൃശ്ചിക മാസത്തെ കാർത്തികയ്ക്ക് നടത്തുന്നുണ്ട്. നവീകരണം കഴിഞ്ഞത് മുതൽക്ക് തുടങ്ങിയതാ. ആ കാർത്തിക ദീപം പരശുരാമൻ സമ്മാനിച്ച കേരളക്കരയിലുള്ള പ്രജകൾക്ക് മുഴുവനും വെളിച്ചം, ആശയത്തെളിച്ചം, ആ ബുദ്ധിക്ക് പ്രകാശമുണ്ടാവണം, സൂക്ഷ്മമുണ്ടാവണം. നമ്മുടെ വിദ്യാർത്ഥികൾക്കൊക്കെ കൂടുതൽ കൂടുതൽ സൂക്ഷ്മമായ ബുദ്ധി വേണം. അവർ പഠിക്കുന്ന പാഠങ്ങളും മൂല്യങ്ങളും ഗ്രഹിക്കാനുള്ള ഗ്രഹണ സാമർഥ്യം വേണം. ഗൃഹസ്ഥന്മാർക്കെല്ലാം എന്തു തന്നെ വന്നാലും അത് നേരിട്ട് മുമ്പോട്ട് പോകാൻ ഉള്ളിലുള്ള പ്രകാശം വേണം എന്ന് വിചാരിച്ച് ദീപരൂപത്തിൽ ജ്വലിപ്പിക്കുന്നതാണ്. എത്രയോ ആൾക്കാർ കയ്യിൽ എണ്ണയും നിറഞ്ഞ ഭക്തിയും കൂടി അവിടെ വരും. അപ്പോൾ ഇന്നാൾ വന്നപ്പോൾ അവിടെ ഒരു പ്രദക്ഷിണ വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ പുതിയ സമ്പ്രദായത്തിലാണ്. കരിങ്കല്ല് അറുത്ത് പൊളിച്ചിട്ടുള്ളതാ. മോഡേൺ ടെക്നോളജിയിൽ. പഴയ കാലത്ത് കൊത്തി ഉണ്ടാക്കണതാ. 4 ഇഞ്ച് കനമൊക്കെ ഉണ്ടാവും. ഇപ്പം ഇന്നത്തെ കാലത്ത് അറുത്ത് 2 ഇഞ്ച് 2.5 ഇഞ്ച് കനത്തിലുള്ളതാ. ആന കയറി നടക്കണം, അവിടെ പ്രദക്ഷിണം വയ്ക്കണം. അപ്പോൾ സാധാരണ മനുഷ്യർക്കാണെങ്കിൽ വിഷമില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? 3-4 ഇഞ്ച് കോൺക്രീറ്റ് ഇട്ടിട്ടാണ്. അത് കുന്നിൻ്റെ മുകളിൽ കോൺക്രീറ്റ് പമ്പ് ചെയ്ത് കയറ്റുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ 10-20 ലക്ഷം ഉറുപ്പിക മുടക്കാക്കി ഒരു പ്രദക്ഷിണ വഴി ഉണ്ടാക്കി. നന്ന കുറഞ്ഞതല്ല. ഞാൻ മനസ്സിൽ വിചാരിക്കുക, അവിടെ പോയിട്ട് നമ്മുടെ ദേവിക്കും ദേവീ തട്ടകവും ഒക്കെ നന്നാവാൻ വേണ്ടി കുറച്ച് ദിവസം ഒരു പ്രദക്ഷിണം വയ്ക്കണമെന്ന്. എനിക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ട് ഒന്നുമില്ല. ഞാൻ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ഈ തട്ടകം നന്നാവണമല്ലോ, ദേവിക്കോ ദേവനോ ചൈതന്യം വർദ്ധിക്കണം, അനുഗ്രഹശക്തി കൂടണം, തട്ടകവാസികൾക്ക് കല്യാണമുണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ് പോവുക. അങ്ങനെ പോകുന്നവരാരെങ്കിലും ചിലരെങ്കിലും വേണ്ടേ? അപ്പം അന്നേ ദിവസം കാർത്തികയ്ക്ക് ആ പ്രദക്ഷിണ വഴി ദേവിക്ക് സമർപ്പിക്കണം എന്ന് പറഞ്ഞു. സമർപ്പിച്ചു. അങ്ങനെ ആ സമർപ്പിക്കുന്ന സമയത്ത് എത്ര ആളാണ് അവിടെ വന്നിരുന്നതെന്നറിയോ? അപ്പം ഞാനിങ്ങനെ വന്നപ്പോൾ ഇന്ന് ആളുകൾ കുറേ ഉണ്ടല്ലോ, ധാരാളം ഉണ്ടല്ലോ ഇല്ലേ അപ്പൂട്ടാന്ന് ചോദിച്ചു. അപ്പൂട്ടൻ ഒരു നല്ല ഭക്തനാണ്, എല്ലാവർക്കും സമ്മതനായിട്ടുള്ള ആളാണ്. പഴൂർ അപ്പൂട്ടൻ എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിൽ വലിയ ഇഷ്ടമാണ് അങ്ങോരെ. അപ്പം ഉടനെ അദ്ദേഹം പറഞ്ഞത്, സ്വാമിജി ആൾക്കാർക്ക് വരാൻ്റെ പറ്റില്ല, വന്നേ തീരുള്ളൂ. എന്താ സമാധാനമില്ല? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുമ്പോഴാണ് അവർക്ക് ഒരു സമാധാനം മനസ്സിനുള്ളതെന്നാണ് പറയുന്നത്. ഞാനിത് കേട്ടപ്പോൾ വളരെയധികം ആശ്ചര്യപ്പെട്ടു. സാധാരണ ഒരു പ്രാപഞ്ചികനാണ്, നല്ല മനുഷ്യനാണ്, സഹൃദയനാണ്. അദ്ദേഹം പറയുക, മനുഷ്യർക്ക് വരാതെ പറ്റില്ല എന്ന്. നമ്മുടെ ക്ഷേത്രാങ്കണങ്ങളിൽ മുഴുവനും ജനങ്ങൾ വരണം. എല്ലാ ക്ഷേത്രങ്ങളും ഇവിടെ പുനരുദ്ധാരണം നടത്തണം. അവിടെ മാത്രമേ നിങ്ങൾക്ക് സമാധാനമുള്ളൂ. വീട് കെട്ടിക്കോളൂ, ടെറസ്, എയർ കണ്ടീഷൻ, ബാത്റൂമിൽ ലക്ഷക്കണക്കിന് ഉറുപ്പിക ചിലവാക്കൂ, വലിയ ഫിറ്റിങ്സ് ഒക്കെ എഴുതൂ. ചുട്ടുപൊള്ളുന്ന ശരീരത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങോട്ട് മടങ്ങി വരാം. മനസ്സ് തണുക്കില്ല. എയർ കണ്ടീഷനിൽ ടെമ്പറേച്ചർ എത്ര വേണമെങ്കിൽ താഴ്ത്തു വെച്ചോളൂ, തണവ് ഉള്ളിലേക്ക് ചെല്ലില്ല. ഉള്ളിലേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ ചുട്ടുനീറുന്ന അർജുനന്റെ മനസ്സിനെ തണുപ്പിച്ച കൃഷ്ണോപദേശം തന്നെ വേണം. അർജുനാണ് ഈ പറയുന്നത്, ചുട്ടുനീറുന്നു. ആ നീറ്റം നിർത്തണമെങ്കിൽ എന്താണ് വഴിയെന്ന് പറയൂ. യുദ്ധം ചെയ്യൂ, വീരസ്വർഗം പ്രാപിക്കാം. മരിച്ചാൽ, ജയിച്ചാലോ രാജ്യം തിരിച്ചു പിടിച്ച് സുഖഭോഗം അനുഭവിക്കാം. പുല്ല്, എനിക്ക് രണ്ടും വേണ്ടെന്നാ പറയണേ അർജുനൻ. ഇത് രണ്ടുമല്ലാതെ കൃഷ്ണന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ എൻ്റെ മനസ്സ് തണുപ്പിക്കാൻ? മനസ്സ് തണുത്ത് ബുദ്ധിക്ക് നിശ്ചയദാർഢ്യം ഉണ്ടായിട്ട് വേണം അമ്പും വില്ലും എടുക്കാൻ. പോകുന്നുണ്ടെങ്കിൽ തന്നെ എടുക്കാൻ. അപ്പം അതിനൊന്നും പറ്റാത്തൊരു പാരവശ്യമാണ്.
അവിടെ ഇരുത്തിക്കൊണ്ട് കൃഷ്ണൻ സംസാരിച്ച് ആ പാരവശ്യം അങ്ങോട്ട് നീക്കി കൊടുത്തു. ഇതിലേറെ ഒരു തെളിവോ ഒരു സംഭവമോ നിങ്ങൾക്ക് എന്ത് വേണം കൂട്ടരെ? നിങ്ങൾ ഭഗവത്ഗീത എടുത്ത് വായിച്ചില്ലെങ്കിൽ പരമ മൂഢന്മാരാ. എത്ര വേണമെങ്കിൽ പഠിച്ചോളൂ, എത്ര വേണമെങ്കിൽ സമ്പാദിച്ചോളൂ, ബാങ്ക് ബാലൻസ് ബിൽഡ് ചെയ്തോളൂ, കെട്ടിടങ്ങൾ മേടിച്ചോളൂ, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടാക്കിക്കോളൂ, 4ഉം 5ഉം വിരലിൽ മോതിരട്ടോളൂ, കഴുത്തിലൂട്ടോളൂ. പുല്ല് പുല്ല് പുല്ല്, നിഷ്ഫലം. ഈ ഭഗവത്ഗീത തുറന്നു വായിക്കൂ. അതൊരു പൂർണ്ണ പുസ്തകമാണ്, കൊച്ചു പുസ്തക. ശ്രീമദ് ഭാഗവതം 18,000 ശ്ലോകങ്ങളുണ്ട്. 35 മണിക്കൂർ വേണം വായിച്ചു തീർക്കാൻ. ഭഗവത്ഗീത അങ്ങനെയല്ല. ഭഗവത്ഗീത അങ്ങനെയല്ല. ഭഗവത്ഗീതയിൽ 700 ശ്ലോകമേ ഉള്ളൂ. അതിൽ ഒരധ്യായമെങ്കിലും നിങ്ങൾ വായിക്കുക. ആ ഓരോ അധ്യായത്തിലും അമൃത് 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 അമൃത നിശ്യന്തികളാണ് അതിൻ്റെ വാക്കുകൾ. അതെങ്ങനെ വായിക്കണം? കേട്ടുകൊണ്ട് വായിക്കണം. തനിക്ക് വേണ്ടി താനിതാ ചൊല്ലിക്കൊടുക്കണു. നാവേ നീ പറയേ, നീ ചൊല്ല്, ചെവി നീ കേക്ക് കേക്ക് എന്ന് പറഞ്ഞ് നാവ് കൊണ്ട് ചൊല്ലി, ചെവി കൊണ്ട് കേട്ട്, മനസ്സേ നീ അത് ഉണര് ഉണര്, ബുദ്ധി നീ ആലോചിക്ക് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വേണം വായിക്കാൻ. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നാനുശോചിതുമർഹസി. അപ്പൊ ഭഗവത്ഗീത കൃഷ്ണൻ ഉപദേശിച്ചു, കൃഷ്ണോക്തികൾ എന്ന് പറയുമ്പോൾ ഉടനെ നിങ്ങൾക്ക് തോന്നണം നാനുശോചിതുമർഹസി, മനുഷ്യന്റെ മനസ്സിലുള്ള ദുഃഖം നീക്കാൻ വേണ്ടി പറയുന്നതാണ്. അതാണ് അതിന് ഗീത എന്നുള്ള പേര്. പാട്ട് എപ്പോഴാ പാടുക? കരയുന്നവരുടെ കരച്ചൽ നിർത്താൻ. കുട്ടികൾ കരയുമ്പോൾ തൊട്ടിലിട്ട് പാടുന്ന ഒരു സമ്പ്രദായമുണ്ട്. ആ പാടുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും കരച്ചിലൊക്കെ പോയി ആ കുട്ടി അങ്ങോട്ട് ഉറങ്ങും. അല്ലാണ്ട് വായും മൂക്കും വായു പൊത്തിപ്പിടിക്കുകയല്ല കരയുന്ന സമയത്ത്. ആ കുട്ടിയുടെ മനസ്സിനെ ആകർഷിക്കാൻ പറ്റിയ തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഇൻപുട്ട് ആ കുട്ടിക്ക് കൊടുക്കണം. അതേപോലെ കൊടുത്തുകൊണ്ടാണ് കൃഷ്ണൻ സംസാരിക്കുന്നത്.